بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العلي العظيم يا خير من دفنت بالقاء عظمه فطاب من طيبهن القاء والأكم مولاي صل وسلم دائما أبدا نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم مولاي أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم يا رب بالمصطفى وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ബഹുമാനികളെ ഒട്ടേറെ ആലിമീങ്ങളും സാദാത്യങ്ങളും മഹാന്മാരും നിറഞ്ഞ് നിന്ന നമ്മുടെ വേദി അള്ളാഹുവിന്റെ മലായികത്തുകളെ കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ സഭയിൽ മലക്കുകൾക്കൊപ്പം ഇരുന്നു കൊണ്ട് ഒരു ആമീൻ പറയുക, അത് ഈ ബറാഅത്തിന്റെ തൊട്ട് മുൻപത്തെ ദിവസം നമുക്കൊരു സമ്പാദ്യമായിരിക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവണം. ഞാനിവിടെ AP ഉസ്താദിന്റെ വഴങ്ങ് തുടങ്ങിയപ്പോൾ ഒന്നിതിന്റെ പരിസരത്ത് കൂടെ ഒക്കെ ഒന്നിങ്ങനെ നടന്നു നോക്കി. ഒരു സംഘാടകനായതുകൊണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ പുറംകളി കാണാൻ വേണ്ടിയിട്ടൊന്ന് നടക്കും. അത് നമ്മളെ സമ്മേളനത്തിലൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇതിന്റെ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഈ LCD വെച്ചുകൊണ്ട് ഇതിന്റെ പരിസരങ്ങളിലെല്ലാം ഏകദേശം ഈ സമ്മേളനത്തിന് തുല്യമായ രൂപത്തിലുള്ള ആളുകൾ ഈ ഭാഗത്ത് കൊണ്ടുപോകുന്ന റോട്ടിൽ 2-3 സ്ഥലത്ത്, നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്ത മുറ്റത്ത് അവിടെ ആ പരിസരത്ത് 2 സ്ഥലത്ത് നിറയെ, അതേപോലെ തന്നെ സഹോദരിമാർ എല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഈ ആലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ അവരൊക്കെ കാത്തു നിൽക്കുമ്പോൾ നമുക്കൊരല്പസമയം ചില കാര്യങ്ങൾ പറഞ്ഞ്, ബറാഅത്തിന്റെ തലേ ദിവസമായതുകൊണ്ട് നമുക്കൊരല്പം ദിക്റ് ചൊല്ലി, ഇനിയും സയ്യിദന്മാരും ഒക്കെ ഇവിടെ ദുആ ചെയ്യാൻ ഉണ്ട്, അവരൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആലിമോ അതല്ലെങ്കിൽ ഒരു സയ്യിദോ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു പട്ടണത്തിൽ വരുമ്പോൾ അവിടെ ഭൂമിയുടെ മുകളിലുള്ള ആളുകളെക്കാൾ കൂടുതൽ സന്തോഷം അവിടെ മരണപ്പെട്ട് മറവ് ചെയ്ത് കിടക്കുന്ന ആളുകൾക്കാണ്. ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് ഇവിടെ ഖലീൽ തങ്ങൾ വന്നു, ഇവിടെ സൈനുൽ ആബിദീൻ തങ്ങൾ വന്നു, ഇവിടെ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ വന്നു, ഇവിടെ തലപ്പാറ തങ്ങൾ വന്നു, അങ്ങനെ സയ്യിദന്മാരൊക്കെ വരുമ്പോ, ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ വരുമ്പോ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഭൂമിയിലെ മുകളിൽ കാണുന്ന നമ്മളെക്കാൾ ഈ രാജ്യത്ത് മറവിട്ട് കിടക്കുന്ന ആളുകൾ. കാരണം എന്തുകൊണ്ട്? ആലിമീങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, സയ്യിദന്മാരെ ആദരിച്ചുകൊണ്ട് അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല പ്രത്യേകമായി റഹ്മത്ത് ചെയ്യും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത്ര വലിയ ഒരു നേട്ടം നമുക്ക് ലഭിക്കുന്നതാണ് ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും സാന്നിധ്യം. അല്ലാഹുവേ, അവരുടെ എല്ലാ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധീകരിക്കണേ അല്ലാഹ്.
ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിന്റെ സ്മരണിക ബഹുമാനപ്പെട്ട ജീവിതം മുഴുവനും ഒപ്പിയെടുത്തത് നമ്മുടെ പള്ളിക്ക് സമീപം അത് നൽകുന്നുണ്ട്. നിങ്ങളൊക്കെ അത് കൈവശപ്പെടുത്തിയിട്ടുണ്ടാകും. അല്ലാത്തവർ വാങ്ങണമെന്ന് കൂടി ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവരൊക്കെ ബർക്കത്തോടെ നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഇന്ന് ലോക അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പരിശുദ്ധ ഇസ്ലാം അതിന് അവകാശികൾ കൂടിക്കൂടി വരികയാണ്. ഓരോ അവകാശികളും ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരവർക്ക് തോന്നിയ മാർഗങ്ങളിലൂടെ അവർ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ്. ഈ പുതിയ അവകാശവാദികളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയായി പഠിപ്പിച്ച ഒന്നും അവരുടെ കയ്യിലില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇസിൽ തീവ്രവാദികൾ മുതൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സാധാരണ ഒരുപാട് ഇസക്കാരും ഇസ്ലാം അത് അല്ലാഹുവിന്റെ മതമാണ്. ആ മതത്തിന് ഒരു മതം ഒരു രാജ്യത്ത് നിലനിൽക്കുന്നതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിന് ഒത്തുചേർന്നിട്ടുണ്ട്. അത് ലോകത്ത് എവിടെ നമുക്ക് നോക്കിയാലും ഒരു ഐക്യ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഇസ്ലാമിന്റെ ഐക്യ സ്വഭാവത്തെ നാം പഠിച്ചാൽ മറ്റ് അവകാശവാദങ്ങളുമായി വരുന്ന എല്ലാ പാർട്ടിക്കാരും അതിനെ തകർക്കപ്പെട്ടവരായി നമുക്ക് വേഗത്തിൽ ബോധ്യപ്പെടും. അത് ഓരോ വിഷയത്തിലും നമുക്ക് കാണാനും സാധിക്കും. ഹബീബായ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നോക്കൂ, ലോകത്തിന് മുഴുവനും പഠിപ്പിച്ചിരിക്കുന്നത് ഒന്ന്, വിശ്വാസത്തിൽ മുസ്ലിങ്ങൾക്കെല്ലാം ഒരു ഐക്യ സ്വഭാവം കാണാൻ സാധിക്കും. ലോകത്തെ ഏകദേശം 200ഓളം വരുന്ന രാഷ്ട്രങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിന് 192, 193 രാജ്യങ്ങളുണ്ട്. ഈ രാഷ്ട്രങ്ങളിൽ എവിടെ നമ്മൾ എത്തിപ്പെട്ടാലും നമ്മൾ അവിടെ എത്തി അവിടുത്തെ സ്ഥിതിഗതികളെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു ബാങ്ക് വിളി കേട്ടാൽ നമ്മുടെ മനസ്സിന് സമാധാനമായില്ലേ? എന്താ കാരണം? ഞാനുമായി വിശ്വാസത്തിൽ യോജിപ്പുള്ള ആളുകൾ ഈ രാജ്യത്തും നിലനിൽക്കുന്നു. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഒരൊറ്റ വിശ്വാസം, അല്ലാഹു അല്ലാഹ്. ആ അല്ലാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ലോകത്ത് സൃഷ്ടിചരാചരങ്ങളായി ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതുപോലെ ഒന്നും അല്ല അല്ലാഹ്. അല്ലാഹ് എന്നത് ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് അല്ലാഹു തആല. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കണവനാണ് അല്ലാഹു തആല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ആ അല്ലാഹ് ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഐക്യം അല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഒരു അല്ലാഹുവാണ് മുസ്ലിമീങ്ങൾക്ക്. രണ്ടാമത്തത് മുസ്ലിമീങ്ങൾക്ക്, ഞാനത് വിശദീകരിക്കാം. രണ്ടാമത്തത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഒരൊറ്റ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. 3, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ഒരൊറ്റ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. 4, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഒരൊറ്റ കേന്ദ്രമാണ് കഅബ ശരീഫ്. 5, ഈ കഅബ ശരീഫാകുന്ന കേന്ദ്രത്തിൽ ഈ ഭരണഘടന അംഗീകരിക്കുന്ന ആളുകൾ ഈ നേതാവിന്റെ ആഹ്വാനപ്രകാരം ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊക്കെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് സംസാരിക്കാൻ ഔദ്യോഗികമായി ഒരൊറ്റ ഭാഷ, അത് അറബി ഭാഷയാണ്. ഭാഷ ഐക്യം, നേതൃത്വത്തിൽ ഐക്യം, കേന്ദ്രത്തിൽ ഐക്യം, നേതാവിൽ ഐക്യം, വിശ്വാസത്തിൽ ഐക്യം. ഇനി ലോകത്ത് മുസ്ലിമീങ്ങൾ ഈ വിശ്വാസം വെച്ചുകൊണ്ട് എവിടെയെല്ലാം ആരാധന നിർവഹിക്കുന്നോ ആ ആരാധനയിൽ നമുക്ക് ഐക്യ സ്വഭാവം കാണാം. ലോകത്ത് എവിടെയെല്ലാം നോമ്പനുഷ്ഠിക്കുന്നു എല്ലാവരുടെ നോമ്പും റമദാൻ ശരീഫിലാണ്. എവിടെയെല്ലാം ജുമുഅ നടത്തുന്നു എല്ലാവരും വെള്ളിയാഴ്ചയാണ്. എവിടെയെല്ലാം നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നു അവിടെയൊക്കെ 20 റക്അത്താണ്. പക്ഷേ പുതിയ പുതിയ വാദഗതികൾ വരുമ്പോൾ ആ വാദഗതിക്കാര് ഇസ്ലാമിന്റെ വിശ്വാസത്തെ, നേതൃത്വത്തെ, കേന്ദ്രത്തെ, ഭരണഘടനയെ, ഭാഷയെ, ആരാധനാ
ഐക്യത്തെ ഓരോന്നും തകർത്തവരായി ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ നോക്കും, റമളാൻ ശരീഫ് വെളിപ്പാടകരെ എത്തി. ഇപ്പൊ ഇനി തുടങ്ങും ചില പാർട്ടിക്കാരൊക്കെ. എന്താണത്? അവര് കണക്ക് കൂട്ടാൻ തുടങ്ങാം. പ്രസ്താവന വന്നോ? ഏതെങ്കിലും ബറാഅത്ത് കഴിയാൻ കാത്തിക്കഴിഞ്ഞു. മാസം ഉദിക്കാനും ഉദിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. മാസം കാണാനും കാണാതിരിക്കാനും സാധ്യതയുണ്ട്. അല്ലേ? നിങ്ങളൊക്കെ ലോകത്തെ ആകാശത്തിന് ചുവട്ടിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്തും കണക്ക് കൂട്ടി മാസം ഉറപ്പിക്കുക എന്ന സംഗതി നിലനിൽക്കുന്നില്ല. എവിടെ നിലനിൽക്കുന്നില്ല? പാരമ്പര്യമായ മുസ്ലിമീങ്ങൾ എവിടെയും നിലനിൽക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ പൊന്മുള ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മളെ എല്ലാവരുടെയും ഗുരുവായി നാം അംഗീകരിക്കുന്ന ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദ് ഓക്കെ ഉസ്താദ്, ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ് സദഖത്തുൽ ഉസ്താദ്, അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് ചാലകത്ത് കുഞ്ഞഹമ്മദാരി, അവരുടെ ഉസ്താദ് മമ്മിക്കുട്ടി ഖാദി, അവരുടെ ഉസ്താദ് വെളിയങ്കോട് ഉമർ ഖാദി. അങ്ങനെ പോകുമ്പോൾ 49ാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. മുത്തുനബി മുതൽ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പാരമ്പര്യത്തിൽ ഈ 50 മഹാന്മാരുടെ 1400 കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എവിടെയും ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ കണക്ക് കൂട്ടിക്കൊണ്ട് മാസം ഉറപ്പിക്കുക എന്ന സംഗതി ഇല്ല. എന്താണിത്? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അത് ഐക്യത്തോടു കൂടെയാണ്. എന്താണ് അത്? മുസ്ലിമീങ്ങൾ ചാന്ദ്രിക വർഷമാണ് നമ്മുടെ വർഷം, ഹിജ്റ വർഷം. ജനുവരി ഫെബ്രുവരി എന്നതല്ല നമ്മുടെ ഔദ്യോഗിക കണക്ക്, ചിങ്ങം കന്നി തുലാം എന്നതല്ല നമ്മുടെ ഔദ്യോഗിക കണക്ക്. മറിച്ച് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒരു കലണ്ടർ നേരത്തെ മുത്തുനബി പഠിപ്പിച്ചത് പാസാക്കുകയാണ് ഉമർ ഖത്താബ് തങ്ങൾ ചെയ്യുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒരു കലണ്ടർ. ആ കലണ്ടറിന്റെ ചർച്ച വന്നപ്പോൾ ഏതിനെ ആസ്പദമാക്കിയാണ് കലണ്ടർ തുടങ്ങേണ്ടത്? ഒരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു ബദർ യുദ്ധമാണ് ഏറ്റവും പ്രധാനം, അതിനെ അടിസ്ഥാനപ്പെടുത്താം. മറ്റൊരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു അല്ല, ഖുർആനിന്റെ അവതരണമാണ് ഏറ്റവും പ്രധാനം, അതിനെ അടിസ്ഥാനപ്പെടുത്താം. വേറൊരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു അല്ല, മുത്തുനബിയുടെ ജന്മമാണ് ഏറ്റവും പ്രധാനം, അതിനെ അടിസ്ഥാനപ്പെടുത്താം. ശൂറ കമ്മിറ്റിയിൽ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, അന്നത്തെ ശൂറ കമ്മിറ്റിയിൽ, മുഷാവറ കമ്മിറ്റിയിൽ അലി തങ്ങൾ അഭിപ്രായം പറയാൻ എഴുന്നേറ്റ് നിന്നാൽ എല്ലാവരും അത് ശ്രദ്ധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, കാന്തപുരം ഉസ്താദ് ഒരു അഭിപ്രായം പറയുന്നത് അത് ശ്രദ്ധിക്കാണ് എല്ലാവരും. അനുകൂലികളും എതിരാളികളും അല്ലാത്തവരും ഒക്കെ കാത്തു നിൽക്കാണ്. കാന്തപുരം എന്താ പറഞ്ഞത്? കാന്തപുരത്തിന്റെ ഒരു അഭിപ്രായം. കാന്തപുരം ഗ്രൂപ്പായി പിന്നെ ഗ്രൂപ്പായി പൊന്മുള ഉസ്താദ് ആ ഗ്രൂപ്പിൽ, പേരോട് ഉസ്താദ് ഈ ഗ്രൂപ്പിൽ, മറ്റേ ഖലീത്തങ്ങൾ മറ്റേ ഗ്രൂപ്പിൽ, ഒരുപാട് ഗ്രൂപ്പ്. നിങ്ങൾ കണ്ടില്ല ഇപ്പൊ എല്ലാ ഗ്രൂപ്പും വളരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തെല്ലാം ഫസാദാലുകൾ പടച്ചോൻ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ അന്തമാൻ ദ്വീപ് പോയി. അന്തമാൻ ദ്വീപ് ചെന്നപ്പോ അവിടെ നമ്മളെ കാലുകുത്താൻ അനുവദിക്കൂലെന്ന്. അപ്പൊ അവിടെ ചെന്നപ്പോ അത് ബോധ്യപ്പെടുകയും ചെയ്തു. അന്തമാനിന്റെ നിലത്ത് കാലുകുത്താൻ കാന്തപുരത്തെ അനുവദിക്കൂലെന്ന്. അത് അവിടെ ചെന്നപ്പോ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്താന്ന് വെച്ചാൽ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ പ്ലെയിനിലാണ് പോയത്. അവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ അവിടുത്തെ ഗവൺമെന്റ് ഗസ്റ്റായിട്ട് ഉസ്താദിനെ സ്വീകരിച്ചു. ആ ഗസ്റ്റായിട്ട് അവരെ വണ്ടി കയറി. ആ വണ്ടിയിൽ നിന്ന് പോലെ സ്റ്റേജിമ കൊണ്ടേ കയറ്റി, സ്റ്റേജിമെന്ന് ഇറങ്ങി ഗവൺമെന്റ് ഗസ്റ്റായി ആ വണ്ടിയിൽ തന്നെ കയറി, അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റ് കയറി, അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോഴാണ് കാലുകുത്താൻ അനുവദിക്കൂല എന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെട്ടത്. എന്ന മാതിരി കാന്തപുരം ഗ്രൂപ്പിൽ പൊന്മുള ഒരു ഗ്രൂപ്പ്, മറ്റേ ഖലീൽ തങ്ങൾ ഈ ഒരു ഗ്രൂപ്പ്. നിങ്ങളെ ആ പൂതിക്ക് മോരും കാച്ചി കണ്ടപ്പോ തൽക്കാലം ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശൂറ കമ്മിറ്റിയിൽ സയ്യിദുനാ അലിയുൻ കറമല്ലാഹ്, അലി തങ്ങൾ എഴുന്നേറ്റാൽ എല്ലാവരും ശ്രദ്ധിക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ഒരു കലണ്ടർ തുടങ്ങുകയാണെങ്കിൽ അത് ഹിജ്റ കലണ്ടർ ആയിരിക്കണം. അലി തങ്ങളുടെ ആ അഭിപ്രായം അങ്ങോട്ട് സ്വീകരിച്ച് എല്ലാവരും തക്ബീർ ചൊല്ലി. അത് പ്രകാരം മുസ്ലിം ലോകത്തിന് അംഗീകൃതമായ കണക്ക് മാസം ഉറപ്പിച്ച് ഹിജ്റ കലണ്ടറാണ്. മാസം ഉറപ്പിക്കൽ എപ്പോഴാണ്? മഗ്‌രിബിക്ക. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് മഗ്‌രിബ് ടു മഗ്‌രിബ്,
നമ്മുടെ ദിവസത്തിന്റെ തുടക്കം രാത്രി, പിന്നെയാണ് പകല് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പുണ്യരാത്രി, വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ്, ബറാഅത്ത് രാവ്, മേറാജ് രാവ്, 21 രാവ് ഒക്കെ രാവാണ് പറയുന്നത്. എന്തുകൊണ്ട്? രാവ് തുടങ്ങി പിന്നെയാണ് പകല് വരിക. മഗ്‌രിബിക്കാണ് മാസം ഉറപ്പിക്കുക. പക്ഷെ ഇപ്പൊ ഹിലാൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കമ്മിറ്റി വന്നു. ഓല് വന്ന് നോക്കുമ്പോ മാസം നോക്കുന്നത് താഴേക്കാണ്, മാസം ഉദിക്കണത് മേലെ, ഇവര് നോക്കുന്നത് താഴേക്കാണ്. ഏത് മാതിരി? പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൽ അതിർത്തിയിൽ കുറെ ആളുകൾ മരണപ്പെട്ട ആളുകളെ കണക്കെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അതിർത്തിയിലേക്ക് ആളെ വിട്ടു. അവര് രണ്ട് ഡയറി ഒക്കെ എടുത്തിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പോയി നോക്കുമ്പോൾ കുറെ ആളുകൾ യുദ്ധഭൂമിയിൽ കിടക്കുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന ആളുകളാണ്. അതിൽ ചിലതൊക്കെ ചെറിയ ജീവനുള്ളവരുണ്ട്. അപ്പൊ പോയി കണക്ക് നോക്കുന്ന ആൾക്കാർ ഒന്നിങ്ങനെ അണക്കി നോക്കി, അത് മരിച്ചിരിക്കണം, അത് മരിച്ചെന്നേരി. രണ്ടാമത്തെ നോക്കി, അതിനും അനക്കല്ല, അതിന് മരിച്ചെന്നേരി. മൂന്നാമത്തേന് നോക്കുമ്പോ ചെറിയൊരു അനക്കം ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചു, ഇയാളപ്പം നമുക്ക് എന്താ ചെയ്യണേ? അപ്പൊ ഒരു കണക്ക് കൂട്ടി. എന്താ കണക്ക്? അവിടെയൊക്കെ പോയി കണക്കെടുത്ത് വരുമ്പോഴേക്ക് ഇത് മരിക്കുമായിരിക്കും, അതുകൊണ്ട് ഇതിനെയും കൂടി മരിച്ചില്ലായിരിക്കും. അങ്ങനെ ഒരു 10-300 ആളെ കണക്കെടുത്തപ്പം ഇതുപോലത്തെ ഒരു 5-6 കണക്ക് പ്രകാരം മരിച്ചതായിട്ട് എഴുതിയത്. ഇവര് കണക്ക് റിപ്പോർട്ട് ചെയ്ത് സർക്കാർ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി അയച്ചു. അപ്പൊ ഈ മയ്യത്തെടുത്തിട്ട് ഡെഡ് ബോഡി ഇങ്ങോട്ട് വെച്ചു, രണ്ടാമത്തെ എടുത്ത് വെച്ചു, മൂന്നാമത്തെ ഈ ചെറിയ ജീവുള്ള ആളെങ്ങോട്ട് വണ്ടിക്ക് കയറ്റുമ്പോ അയാൾ ചോദിച്ചു, അല്ല എവിടുക്കാൻ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. എവിടുക്കാ കൊണ്ടുപോകണം? നിങ്ങളൊക്കെ മറവ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്, ഒക്കെ കുഴിച്ചിടാൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ ചങ്ങയാളെ മറവ് ചെയ്യണമെങ്കിൽ മരിക്കണ്ടേ? ഇജ്ജ് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനല്ല എന്നോട് ഈ വർത്താനം പറയണ്ടേ, പിന്നെ മരിച്ചിട്ടില്ലെന്ന് വെച്ചാൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, മുണ്ടല്ലേ, ഞാൻ കണക്ക് നോക്കട്ടെ. ഇജ്ജ് മരിച്ചിരിക്കുന്നു കേട്ടോ. ഇതാണ് ഹിലാൽ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിന്റെ സ്വഭാവം. മാസം ഇങ്ങനെ മേലെ ഉദിച്ച് മേപ്പെട്ട് നോക്കുക. അപ്പോൾ കണക്ക് പ്രകാരം കീഴ്പ്പെട്ടു. ഉദിക്കൂല കേട്ടോ, ഇന്ന് ഉദിക്കൂല, 2 മിനിറ്റ് അങ്ങോട്ട്, 3 മിനിറ്റ് ഇങ്ങോട്ട്, മറ്റേ സാധ്യത കുറവ്. മാസം ഇങ്ങനെ മേപ്പെട്ട് നോക്കിക്കണം. കണ്ടങ്ങൾ. ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ ഓരോ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളെ ഇസ്ലാം അംഗീകരിക്കാതെ വരുമ്പോൾ മുസ്ലിങ്ങളെ കൊന്നുകളയുക. ഇരകളും മുസ്ലിമീങ്ങൾ, വേട്ടക്കാരും മുസ്ലിമീങ്ങൾ. നിങ്ങൾ നോക്ക്, മുസ്ലിം ലോകത്ത് എവിടെയെല്ലാം യുദ്ധങ്ങൾ നടക്കുന്നു, ആ യുദ്ധങ്ങളിലൊക്കെ ആരാണ്? ഇരകളും മുസ്ലിങ്ങളാണ്, വേട്ടക്കാരും മുസ്ലിങ്ങളാണ്. എന്താ പ്രശ്നം? തൗഹീദിന്റെ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങളായും ഇവർ പറയുന്ന ഇസ്ലാമിനെ അംഗീകരിക്കാതെ വരുമ്പോൾ പിന്നെ അവരെ അംഗീകരിക്കാത്ത ആളുകളെ, അവർക്കെതിരെ തീവ്രവാദം. ഇപ്പൊ ഇവിടെ കാണുന്ന ഈ തീവ്രവാദികളായ ആളുകൾ, ഈ ചാവേർപ്പളകളായ ആളുകൾ, ഇങ്ങനെ ലോകത്ത് മുഴുവനുമുള്ള ആളുകൾ ആരെയാണ് കൊല്ലുന്നത്? ആരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്? മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത വാദഗതികൾ ഇവർ കൊണ്ടുവരികയാണ്. ആ വാദഗതികൾ കൊണ്ടുവരുമ്പോൾ മുസ്ലിം പാരമ്പര്യ വിശ്വാസികൾ പറയും, തിരൂരങ്ങാടിയിലെ ഇസ്ലാമിന് ഹിജ്റയുടെ 74ാമത്തെ വർഷം തിരൂരങ്ങാടിയിൽ പള്ളി സ്ഥാപിതമായി എന്നിവിടെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പന്മ ഉസ്താദ് പ്രസംഗിച്ചു. ഹിജ്റയുടെ 2, 3, 5 വർഷങ്ങളിൽ കേരളത്തിൽ പള്ളി സ്ഥാപിതമായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അഥവാ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ട നിങ്ങൾ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദി എന്ന് പറയും അനുയായികൾ, സിന്ദാബാദി എന്ന് പറയും അനുയായികൾ. ഇല്ലേ? എന്താ അവിടുന്ന് ഒരു സൗണ്ട് കേൾക്കണം? അന്ന് മുജാഹിദ് പള്ളിക്കൽ സലാത്താണ്. നിങ്ങൾ കേട്ടിക്കണം ഇതുവരെ അങ്ങനെ ഒരു വർത്താനം? എന്തുകൊണ്ട് നേതാവിന്റെ പേരിൽ സിന്ദാബാദ് എന്നുള്ള ഒരു വർത്താനം അവരുടെ ഇത് കേൾക്കൂല? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ സ്വലാത്ത് ചെല്ലണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏത് വേണം? ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തുനബിയോട് ഹുബ്ബ് വേണം. ആ ഹുബ്ബുള്ള ആളുകൾ മാത്രമേ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ എത്ര ചൊല്ലിയാലും മടുപ്പ് വരാത്ത രീതിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്ത് നിങ്ങൾ എവിടെ പോയി പറഞ്ഞു നോക്ക്, മുത്തുനബിയുടെ പേര് എവിടെ പോയി പറഞ്ഞു നോക്ക്, അപ്പ സ്വലാത്തിയല്ല. മാത്രമല്ല, അറബികൾക്കിടയിലൊക്കെ ഒരു പതിവുണ്ട്. എന്താണ്? ആരെങ്കിലും ഒന്ന് സംസാരിച്ച് തെറ്റി, അല്ലെങ്കിൽ ഇവരെ പാകപ്പിഴവ് പറ്റി, അല്ലെങ്കിൽ സംസാരത്തിൽ മറ്റയാൾ ദേഷ്യം പിടിക്കാൻ, അങ്ങനത്തെ ഒക്കെ രംഗമുണ്ടായാൽ ഉടനെ അറബികൾ
സ്വല്ലി അലൻ നബി. ഉടനെ അറബികൾ പറയും. നമ്മളൊരു അറബിയോട് അയാൾ കുറച്ച് കേർത്ത് സംസാരിക്കുന്ന സമയത്ത് ഐ ഹബീബി സ്വല്ലി അലൻ നബി എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിൽക്കും. അതെന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ അള്ളാഹ് അധികാരം കൊടുത്തിരിക്കുന്ന ഒരൊറ്റ നേതാവ് മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് 12 അക്ഷരമാണ്. ആ 12 അക്ഷരത്തെ ആദ്യമായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. 12 അക്ഷരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ 12 അക്ഷരം, മുഹമ്മദുർ റസൂലുള്ളാഹ് അതിൽ 12 അക്ഷരം. ആദ്യം ആ തൗഹീദിന്റെ കലിമ ഏറ്റെടുത്തത് ആ 12 അക്ഷരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 24 അക്ഷരമാണ് തൗഹീദിന്റെ കലിമ. ഒരു ദിവസത്തെ 24 മണിക്കൂർ, ആ 24 മണിക്കൂറിനെ നിയന്ത്രിക്കുന്നത് ഇത് രണ്ടും ചേർന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12, മുഹമ്മദുർ റസൂലുള്ളാഹ് 12. ആ 12 അക്ഷരങ്ങളാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത്, അതാണ് ചന്ദ്രനെ നിയന്ത്രിക്കുന്നത്, അതാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത്, അതാണ് വായുവിനെ നിയന്ത്രിക്കുന്നത്, അതാണ് കടലിനെ നിയന്ത്രിക്കുന്നത്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഒരു വിമാനം, ആ വിമാനം കരിപ്പൂരിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ റഡാർ സിസ്റ്റത്തിൽ അതിനെങ്ങനെ കൊണ്ടുവരണം. ആ റഡാറിൽ നിന്ന് എപ്പോൾ തെറ്റിയോ വിമാനം കാണാനില്ലാതാവും. അല്ലേ? 100-400 ആളുകൾ കയറിയിരിക്കുന്ന ഒരു വിമാനം പോയിട്ട് വല്ല അഡ്രസ്സും ഉണ്ടോ? വല്ല അഡ്രസ്സും ഉണ്ടോ? ഒരു അമ്മിക്കുട്ടി വെള്ളത്തിൽ പോയാൽ നൊരെങ്കിലും പേ. ഇത് ഒരു വിമാനം കാണാനില്ലാതായിട്ട് എവിടെ കടലിൽ മുങ്ങി എന്നതിനെ പറ്റി ഒരു നൊര പോലും കണ്ടില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റഡാറിൽ നിന്ന് വിട്ടാൽ എവിടെ പോയി എന്ന് കാണില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് എന്ന് പറയുന്ന ഒരാളും ഭൂമിയിലില്ലേ. സൂര്യൻ റഡാറിൽ നിന്ന് വിട്ടുപോകും, സൂര്യൻ റഡാറിൽ നിന്ന് വിട്ടുപോകും. പിന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിക്കേണ്ട സൂര്യനെ പടിഞ്ഞാറേ കാണുകയുള്ളൂ. കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിക്കുന്ന സൂര്യൻ എവിടെ പോയി ഉദിക്കും? പടിഞ്ഞാറ് ഭാഗത്ത് പോയി ഉദിക്കും. എന്താണ് കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ 24 അക്ഷരങ്ങളായ റിമോട്ട് ഉണ്ട്. ആ റിമോട്ട് കൺട്രോളിൽ നിന്ന് സൂര്യൻ വിട്ടുപോയാൽ, ചന്ദ്രൻ വിട്ടുപോയാൽ, ഭൂമി വിട്ടുപോയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പിന്നെ അതിന്റെ നിയന്ത്രണത്തിൽ കിട്ടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉടനെ അതിനെ പരിപൂർണമായി ഏറ്റെടുത്ത മൂന്നാമത്തെ 12 ഏതാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ്, ആ പേരിലെ അക്ഷരങ്ങൾ എണ്ണി നോക്കിയാൽ 12 അക്ഷരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. തൊട്ടടുത്തത് ഏറ്റെടുത്തതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ്. അതിന്റെ പേരിലെ അക്ഷരങ്ങൾ നോക്കിയാൽ 12 അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. തൊട്ടടുത്തത് ഏറ്റെടുത്തതാരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതിന്റെ പേരുകൾ എണ്ണി നോക്കിയാൽ 12 അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. തൊട്ടടുത്തത് ഏറ്റെടുത്തതാരാ? അലി ഇബ്നു അബീ ത്വാലിബ്. ആ പേരിലെ അക്ഷരങ്ങൾ എണ്ണി നോക്കിയാൽ 12 അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്റെ പരിപൂർണമായ രീതി ഖിലാഫത്ത് അവസാനിച്ചു. അക്ഷരങ്ങളും എണ്ണങ്ങളും ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് ആശയങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിശുദ്ധ ഖുർആന്റെ ഭരണഘടനയാണ് അല്ലെ? വിശുദ്ധ ഖുർആനാകുന്ന ഭരണഘടന ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അന്നാസ്, മനുഷ്യന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. അള്ളാഹ് എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുന്നതിനിടക്ക് വിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനുഷ്യൻ എന്ന പ്രയോഗം വിവിധ പേരുകളിലായി 600 ചില്ലാനം സ്ഥലങ്ങളിൽ മനുഷ്യൻ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഉടമസ്ഥനിൽ നിന്ന് അടിമകളിലേക്ക്, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളിലേക്ക്. ആ ഖുർആന്റെ തുടക്ക സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളും 25 കലിമത്തുകളും 156 അക്ഷരങ്ങളുമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ 156ൽ നിന്ന് ആവർത്തനം ഒഴിവാക്കിയാൽ 23 അക്ഷരങ്ങളാണ്. 23. വിശുദ്ധ ഖുർആന്റെ അവസാന അധ്യായമായ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ആ ഖുൽ അഊദു ബിറബ്ബിന്നാസ് അത് 6 ആയത്തുകളും 10 കലിമത്തുകളും 80 അക്ഷരങ്ങളുമാണ്. ആ 80 അക്ഷരങ്ങളിൽ നിന്ന് ആവർത്തനം ഒഴിവാക്കിയാൽ 23 അക്ഷരങ്ങളാണ്.
തുടക്ക സൂറത്തിലെ 23, ഒടുക്ക സൂറത്തിലെ 23. എന്താണ് നമുക്ക് നൽകുന്ന പാഠം? ബിസ്മില്ലാഹ് എന്ന് ആരംഭിച്ചിരിക്കുന്ന ഖുർആൻ ഖുൽ അഊദു ബിറബ്ബിന്നാസ് അവസാനിക്കുമ്പോൾ 23 വർഷമാണ് അതിന് സമയം എടുത്തിരിക്കുന്നത് എന്ന് ആ കണക്ക് നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആനിൽ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഞെരുക്കങ്ങളും സന്തോഷങ്ങളും നിങ്ങൾ നോക്ക്. ഉസ്ർ എന്ന പദം, ഞെരുക്കം, ബുദ്ധിമുട്ട്, പ്രയാസം, ഈ പദം ഖുർആനിൽ 12 സ്ഥലത്താണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്ർ എന്ന പദം അത് എത്ര സ്ഥലത്ത് പറഞ്ഞു? 12 സ്ഥലത്ത് പറഞ്ഞു. അതേ സമയത്ത് ഖുർആൻ ഞെരുക്കത്തിന് ശേഷമുള്ള എളുപ്പം, പ്രയാസത്തിന് ശേഷമുള്ള സന്തോഷം, ദുഃഖത്തിന് ശേഷമുള്ള ആ സന്തോഷം, ആ സന്തോഷവും എളുപ്പവും അത് എത്ര പ്രാവശ്യം പറഞ്ഞു? അത് 36 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞു. യുസ്ർ എളുപ്പം, സന്തോഷം. അതേ സമയത്ത് ഞെരുക്കം എന്നത് 12 പ്രാവശ്യം. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? 12ന്റെ 3 ഇരട്ടിയാണ് യുസ്ർ എന്ന പദം. നിങ്ങൾ ഒരു പ്രയാസത്തിൽ, ഒരു ഞെരുക്കത്തിൽ, ഒരു വിഷമത്തിൽ നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സന്തോഷം ഇതിന്റെ 3 ഇരട്ടിയായിരിക്കും എന്ന് നമുക്ക് സൂചിപ്പിക്കുകയാണ്. ഈ മേലേച്ചന പള്ളി ഒരു ചെറിയ പള്ളിയായി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. നാം വിഷമിച്ചു, നാം പ്രയാസപ്പെട്ടു, നാം അതിനെതിരെ അനുവദനീയമായ മാർഗങ്ങൾ സ്വീകരിച്ചു. അന്ന് നമ്മൾ ആ ചെറിയ ഞെരുക്കത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം മുന്നോട്ട് വന്നപ്പോൾ ഒരിരട്ടിയല്ല, 2 ഇരട്ടിയല്ല, 3 ഇരട്ടി സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മുടെ പള്ളി നാം ഉദ്ഘാടനം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ഞെരുക്കം എന്നത് 12 പ്രാവശ്യം പറഞ്ഞപ്പോൾ എളുപ്പം എന്ന കാര്യം 36 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വിശുദ്ധ ഖുർആനാകുന്ന ഭരണഘടന, മുസ്ലിമീങ്ങളുടെ ആ ഭരണഘടനയുടെ ഔദ്യോഗിക ഭാഷയാണ് അറബി. ആ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് ഓർമ്മപ്പെടുത്തി. എന്താണ്? അറബി ഭാഷയുടെ മുഴുവൻ ആശയങ്ങളും മനസ്സിലാക്കാൻ ഒരു നബിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്ര സാഹിത്യ സമ്പന്നമാണ് അറബി ഭാഷ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പുതിയ പാർട്ടിക്കാർ ആര് രംഗത്ത് വന്നാലും ഖുർആൻ എല്ലാ കാഫിറിനും കൊടുക്കാം, വിശ്വാസമില്ലാത്തവർക്കും കൊടുക്കാം, ആർക്കും കൊടുക്കാം. പുതിയ പ്രസ്ഥാനക്കാർ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ മനസ്സിലാക്കാം. ഏത് പുത്തൻ പ്രസ്ഥാനക്കാർ വന്നാലും ഒരു ഇസമാണ്. വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, തബ്ലീഗിസം, ചേകനൂരിസം. എന്താണ് ഈ ഇസങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത്? ആ ഇസങ്ങളൊക്കെ ആരാണോ സ്ഥാപിച്ചത്, ആ സ്ഥാപിത നേതാവിന്റെ പേരിലാണ് ആ ഇസങ്ങളൊക്കെ അറിയപ്പെടുന്നത്. അല്ലെ? മാർക്സിസം അത് അറിയപ്പെടുന്ന ആരുടെ പേരില്ല? കാർൽ മാർക്സിന്റെ പേരില്ല. പക്ഷെ അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. സ്ഥാപക നേതാക്കൾ അതിനു മുമ്പ് അതിന് ചരിത്രമില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ആൾ സ്ഥാപിച്ച മതമാണ് ഏത്? വഹാബിസം. അതിനു മുമ്പ് അതിന് ചരിത്രമില്ല. അതിന്റെ വാക്കതാക്കളൊക്കെ അവസാന വാക്കായി സ്വീകരിക്കുന്ന ആരുടെ വാക്കാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസം അവർ സ്വീകരിക്കുന്നത് മുഴുവനും അയാളെ വാക്കാണ്. അവർക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇല്ല, അവർക്ക് ഇമാം അബൂ ഹനീഫ തങ്ങളില്ല, അവർക്ക് അങ്ങനെ ഒരു മഹാനുമില്ല. ആരാ ഉള്ളത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, വഹാബിസം. അതിന് നമുക്ക് വേറെ നോക്കാം, മൗദൂദിസം. അബുല്ലാല മൗദൂദി സ്ഥാപിച്ച മതമാണ് ഏത്? മൗദൂദിസം. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അവസാന വാക്ക് ആരത് മാത്രമാണ്? അബുല്ലാല മൗദൂദിയുടെ. എന്തുകൊണ്ട്? അയാൾ സ്ഥാപിച്ച മതത്തിന്റെ കാര്യം അയാളല്ലേ പറയേണ്ടത്? മൗദൂദിസം. ഖാദിയാനിസം നോക്ക് നിങ്ങൾ. അഹ്മദുൽ ഖാദിയാനി സ്ഥാപിച്ച മതമാണ് ഖാദിയാനിസം. അതുകൊണ്ട് ഖാദിയാനികൾ അവസാന വാക്ക് ആരതാണ്? ഖാദിയാനി. എന്തുകൊണ്ട്? അയാൾ സ്ഥാപിച്ച മതത്തെ പറ്റി അയാളല്ലേ പറയേണ്ടത്? ചേകനൂരിസം നിങ്ങൾ നോക്ക്. ആ ചേകനൂരിസത്തിന്റെ ആളുകൾ അവസാന തീരുമാനം ആരുടെ വാക്കാണ്? ചേകനൂരി. എന്തുകൊണ്ട്? അയാൾ സ്ഥാപിച്ചതാണ് ചേകനൂരിസം. ഈ ഇസങ്ങളിൽ ആരും കുടുങ്ങിപ്പോവണ്ട. ആ ഇസങ്ങളിൽ കുടുങ്ങിയാൽ നമുക്ക് വരാൻ പോകുന്ന നഷ്ടം നേർക്കുനേരെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോ റമളാനു ശരീഫ് വരികയാണ്. റമളാനു ശരീഫിൽ നിസ്കാരം നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തികൾക്ക് ആകെ ആവിഷ്കാരം നൽകിയത് എത്രയാണ്? അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആവിഷ്കാരം 60ന്റെയും 70ന്റെയും ഇടക്കാം. ഇതിന് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങളൊക്കെ എല്ലാത്തിനും ആയത്തും ഹദീസും മാത്രം നോക്കി നിന്നാൽ അത് ആലിമീങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്ന ദീനിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നിൽക്കണം. ഇന്നാളെ ഒരു പീഡിയക്കൊലയുമെന്ന് ഭയങ്കര സംസാരം, 2 കുട്ടികൾ തമ്മിൽ എന്താ സംസാരിക്കണത്, ഓരോ ഒച്ചപ്പാടായി. അപ്പൊ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നു. ഞാനോനോട് ചോദിച്ചു, എന്താടാ ഇത്ര വലിയ സൗണ്ട് അവിടെ? ഒന്നുമില്ല ഉസ്താദെ, ഒരു വഹാബി ചങ്ങായി ഉണ്ട് അവിടെ വന്നിക്കണ. വഹാബി ഇപ്പൊ 2 ഉണ്ടല്ലോ, ജിന്നുണ്ട് ചെയ്ത്താനുണ്ട്, ഏതാന്ന് വെച്ചാൽ 2 കണക്കന്നെയാണ് നമ്മൾ. അപ്പൊ ഏതായാലും എന്താ അവിടെ പ്രശ്നം നോക്കി. അപ്പോ പ്രശ്നം ഓൻ പറഞ്ഞത് മന്ത്രിച്ചാ ഫലം കിട്ടൂലെന്നാണ്. എന്നിട്ട് ഇജ്ജ് എന്തേ പറഞ്ഞു വെച്ചു. ഞാൻ പേരോട് ഉസ്താദിന്റെ കാസറ്റ് കേട്ടതൊക്കെ പറഞ്ഞു. ഓന് സമ്മതാകുന്നില്ല. ഞാൻ അവനോട് ഹിക്കുമത്ത് പറഞ്ഞു. എന്താ ഹിക്കുമത്ത്? ഇജ്ജ് കുറച്ചിന് വിട്ട് നിൽക്കാം, എന്നിട്ട് കുറച്ച് മലയാളത്തിലാണ് മന്ത്രിച്ചാ ഫലം കിട്ടുമല്ലേ എന്ന് അറിയണമെങ്കിൽ കുറച്ചിന് വിട്ട് നിൽക്കാം. വിട്ട് നിർത്തി നമ്മൾ ദേഷ്യപ്പെട്ട മന്ത്രിക്കണ മന്ത്രം ഉണ്ടല്ലോ. ഇത് ഞാനും ലോകത്തിലെക്കുമ്പോഴാണ് ഇപ്പൊ ഈ ചിരിയൊക്കെ. ഈ ലോകത്തിൽ നിന്നാണ് തെറ്റാ ഏടാ. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്തൊക്കെയാ ചെല്ലണ്. ഒരു മദ്രസിനും പഠിച്ചേണ്ട ചീത്ത പറയേണ്ട മന്ത്രി ആരെങ്കിലും പഠിപ്പിച്ചേണ്ടോ? ഇവനോട് ഞാൻ പറഞ്ഞു, കയ്യെത്താത്ത ദൂരത്തിൽ നിന്നുകൊണ്ട് ഇയാളെ വഹാബിയെ അങ്ങോട്ട് മന്ത്രിച്ചൂടുകയാണ്. ഇവൻ ചീത്ത പറഞ്ഞ അങ്ങോട്ട് മന്ത്രിച്ചു തുടങ്ങി. മന്ത്രിച്ചിനെ അടക്കനുസരിച്ച് മറ്റോങ്ങനെ ഇളകി ഓങ്ങനെ ഇവന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു. ചെങ്ങായി അംകെ കുതിര എന്ന് പറഞ്ഞ മന്ത്രിച്ചാൽ തന്നെ എങ്ങനെ ഇളക്കാൻ പറ്റുന്ന വെച്ചാൽ ആയത്തുൽ കുർസി ഓതിയാ എന്ത് ഇളക്കണ്ടാകും? നമ്മൾ ആയത്തും ഹദീസും തന്നെ നോക്കി നിൽക്കണ്ട. ചില സംഗതികൾക്കൊക്കെ എന്തുണ്ട്, അതല്ല പണ്ട് ഒതു എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോ ചെറിയൊരു കാറ്റ് പോയാൽ ഒതു മുറിന്ന് പറഞ്ഞു. കാറ്റ് പോയാൽ എങ്ങനെ ഒതു മുറി ചോദിച്ചു. അപ്പൊ നമ്മളവിടുന്ന് ഒരു ചങ്ങായി പറഞ്ഞു, കാറ്റ് പോണ്ട മാതിരി പോയാൽ കൊടപ്പനയും കൂടി മുറി, പിന്നെ ഇതെത്താ ഒതു. നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ കുട്ടികള് നമ്മളതിനൊക്കെയുള്ള വല്യന്മാരുണ്ടല്ലോ, ഒരു ഉഷാറായി കിടന്നു. ഞങ്ങളവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോയി കൊടുത്തു. വഹാബികള് അരിയും കൊടുത്തു. അപ്പൊ അത് റബീഉൽ അവ്വൽ 1-നാണ് ഇത് ഒത്തു വന്നത്. ഓല് റബീഉൽ അവ്വലായിട്ട് കൊടുത്തതല്ല, ഒത്തു വന്നത്. അപ്പൊ അവിടുന്ന് വല്യന്മാരും പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു, അല്ല ഉസ്താദെ ഇവിടെ കോഴി അരിയൊക്കെ കൊടുക്കുന്നുണ്ട്, എന്താ ഞങ്ങൾ വേണ്ടേന്ന് വെച്ചിട്ട് വാങ്ങിക്കോളി നന്ദി. അതൊക്കെ വാങ്ങി വല്യന്മാര് മുജാഹിദീങ്ങൾ കൊടുത്ത കോഴി, വഹാബികൾ കൊടുത്ത അരിയും, ആ കോഴി അരിയും ചുറ്റുകൂടുമ്പോ തന്നെ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്തു, അത് റബീഉൽ അവ്വലിലേക്കാണ് തീർച്ചയാക്കി. അങ്ങനെ കോയിനർത്തിട്ട് ഒരു മൗലൂദും ഒരു നേർച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരോട് 2 പോയിങ്ങാണ്ട് പറഞ്ഞു, വഹാബി പള്ളിയിലെ മൗലവിനോടും മുജാഹിദ് പള്ളിയിലെ മൗലവിനോടും, മക്കളെ നിങ്ങൾ ആ കോഴി അരിയും തന്നില്ലേ, അത് വലിയ ഒരു ഹൈറായി, അതുകൊണ്ട് അപ്പൊക്കൊല്ലത്തെ മൗലൂദും നേർച്ചയൊക്കെ കഴിച്ചാൻ പറ്റിയത്, നിങ്ങൾ വരുണ്ടിട്ടാണ്. അങ്ങനെയാണ് പിന്നെ അവിടെ കോഴി കൊടുക്കൽ നിർത്തിയത്. സുന്നത്തി ജമാഅത്തിന്റെ ഉമ്മമാര് വഹാബികളിൽ നിന്ന് കോഴി വാങ്ങിയിട്ട് അത് മൊയ്തീൻ ശൈഖ് തങ്ങളെ പേര് നേർച്ചയാക്കിയിട്ട് അതുകൊണ്ട് മൗലൂദ് ഓതാൻ പഠിച്ച കാലഘട്ടമാണ് ഇപ്പൊ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ഉമ്മത്തിന്റെ ആവിഷ്കാരം 60-70 1000 കൊല്ലം ജീവിച്ച നബിമാരും ഉമ്മത്തികളൊക്കെ മഹ്ശറാ ലോകത്തുണ്ട്. 400 കൊല്ലം ജീവിച്ച നബിമാരും ഉമ്മത്തികളൊക്കെ ഉണ്ട്. അവരൊക്കെ നിൽക്കുമ്പോ നമ്മളെ വയസ്സെത്ര? നമ്മളെ വയസ്സ് 60 അല്ലെങ്കിൽ 70. ഭൂരിഭാഗം അങ്ങനെ പോകും. ആർക്കെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടിയാൽ തിരക്കേടില്ല. അള്ളാഹു ഖൈറാണെങ്കിൽ നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 70 കൊല്ലം കിട്ടിയെന്ന് വെച്ചോളും, ഒരു 10 കൊല്ലം നമ്മള് കുട്ടിയായിട്ട് പോയി. ബാക്കി എത്ര ഉണ്ട്? 60. 1000, 500, 800, 400 ഒക്കെ കൊല്ലം ജീവിച്ച അമ്പിയാക്കളെയും ഉമ്മത്തികളെയും സംബന്ധിച്ചിടത്തോളം അവരെ അമലുകളൊക്കെ അള്ളാന്റെ അടുത്ത് കൊണ്ടുവരുമ്പോ നമ്മളെ ഈ 60 കൊല്ലത്തും കൊണ്ട് ചെന്നാൽ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തികയോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അമ്പിയാക്കളൊക്കെ മാറ്റി നിർത്തിയിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. അവരുടെ ബാക്കിൽ ഈ ഉമ്മത്തികൾ ഒന്നായിട്ട് എവിടെ?
1000-ക്കാരും 900-ക്കാരും 800-കാരും ഒക്കെ അവിടെ പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ആദ്യം സ്വർഗത്തിൽ പോണത്. എങ്ങനെ സാധിക്കണത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ മാസമായ റമളാനു ശരീഫ്, ആ റമളാനു ശരീഫ് ഇങ്ങോട്ട് വന്നപ്പോൾ ഹബീബ് റസൂലുള്ളാഹി ഒരു പ്രത്യേകമായ നിസ്കാരം ആരംഭിച്ചു. ആ നിസ്കാരം അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പെട്ടെന്നാണ് മുത്തുനബി ഒരു നിസ്കാരം തുടങ്ങിയത്. അറിഞ്ഞ സ്വഹാബാക്കളൊക്കെ എല്ലാവരും ഓടിക്കൂടി, പള്ളി നിറഞ്ഞ നിസ്കാരം. രണ്ടാമത്തെ ദിവസം ധാരാളം ആളുകൾ അറിഞ്ഞു, പള്ളിയുടെ മുറ്റത്തും റോട്ടിലുമൊക്കെ നിസ്കാരമായി. മൂന്നാമത്തെ ദിവസം ആ രാത്രിയിലെ നിസ്കാരം തുടങ്ങിയപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു, നാട് മദീന നഗരം നിറഞ്ഞു കവിഞ്ഞ നിസ്കാരമായി. അത്രയും ആയപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ വ്യക്തമായും റമളാനിലെ ആ നിസ്കാരം 3 ദിവസമോ 4 ദിവസമോ നബി തങ്ങളത് പഠിപ്പിച്ചു. ആ നിസ്കരിക്കേണ്ട രൂപം, അതിന്റെ റക്അത്തുകൾ, അതിന്റെ റുക്ഉകൾ, അതിന്റെ സുജൂദുകൾ, അതിന്റെ അത്തഹിയാത്തുകൾ ഒക്കെ മുത്തുനബി പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച നിസ്കാരം പിന്നെ മുത്തുനബി പെട്ടെന്ന് നിർത്തിവെച്ചിട്ട് റസൂലുള്ളാഹി അതിന് കാരണവും പറഞ്ഞു. ഇങ്ങനെ ആവേശത്തോടുകൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലാഹു തആല ഇത് നിർബന്ധമാക്കിയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന കാരണവും പറഞ്ഞു. നബി തങ്ങൾ അത് നിർത്തിവെച്ചു, നിസ്കാരം പഠിപ്പിച്ചു. പിന്നീട് ആ തറാവീഹ് നിസ്കാരം ധാരാളം വീടുകളിലും പള്ളികളിലുമൊക്കെ സ്വകാര്യത്തിലും ചെറിയ ചെറിയ ജമാഅത്തുമൊക്കെ ആയി നിസ്കരിച്ചു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങൾ പള്ളിയിലെ തറാവീഹ് അങ്ങിങ്ങായി ഇങ്ങനെ നടക്കുന്ന രംഗം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പഠിപ്പിച്ച നിസ്കാരമില്ലേ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്കാണ് കയറി ചെന്നു. ഏറ്റവും നല്ല സൗണ്ടിൽ ഖുർആൻ ഓതുന്ന സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് ഇമാമായിട്ട് റമളാനിലെ സ്പെഷ്യൽ നിസ്കാരം നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ സ്വഹാബിയും അന്ന് അവിടെ മുത്തുനബി വഫാത്തിന് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ തറാവീഹ് പ്രഖ്യാപിക്കുമ്പോ സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ 20,000 സ്വഹാബാക്കൾ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ മദീനത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ഏതാ ഉമർ ഖത്താബ് തങ്ങളെ റമളാനിലെ സ്പെഷ്യൽ നിസ്കാരം എങ്ങനെയാ അത് നിസ്കരിക്കേണ്ടത്, എത്ര അതിന്റെ റക്അത്ത് ആരും ചോദിച്ചില്ലല്ലോ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിസ്കരിച്ചുകൂടുന്നു. മൂപ്പര് മെഹ്റാബിക്കാൻ കയറിയിട്ട് നിസ്കാരമാണ് തുടങ്ങി. ഏത് നിസ്കാരം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത നിസ്കാരം. ആ നിസ്കാരം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ പരസ്യ ജമാഅത്തായിട്ട്, ആ ജമാഅത്തിന് ആളുകൾ കൂടി അടുത്ത പള്ളിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാകുമ്പോൾ അങ്ങകലെ സിറിയ മുതൽക്ക് തുടങ്ങിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഷാമിനടക്ക് ഇന്ന് കാണുന്ന ഏകദേശം ഒരു 10-25 രാഷ്ട്രങ്ങൾ കാണുന്ന ഇതൊക്കെ ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണകീഴിലാണ്. അവിടെ എല്ലാം മുത്തുനബി അന്ന് നിസ്കരിച്ച നിസ്കാരം പരസ്യ ജമാഅത്തായി നിസ്കരിച്ചു. ആ നിസ്കാരം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ലോകം മുഴുവനും സന്തോഷിച്ച് കണ്ട നിസ്കാരം അവിടെ നിസ്കരിച്ചത് 20, മക്കത്ത് നിസ്കരിച്ചത് 20, ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചത് 20, ലോകത്ത് മുഴുവനും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആകെ 60 കൊല്ലം വയസ്സ് കിട്ടുന്ന മുത്തു മുഅ്മിനുകളെ, നിങ്ങളൊന്ന് ഓർക്കണം, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ 20 ഫാത്തിഹ, 20 സൂറത്ത്, 20 റുക്ഉ, 40 സുജൂദ്, 10 അത്തഹിയ്യാത്ത്. ഓരോ റുക്ഉയിലും 3 സുബ്ഹാനല്ലാഹ്, ഓരോ സുജൂദിലും 3. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു അത്തഹിയ്യാത്തിൽ മുത്തുനബിയുടെ പേരിൽ സലാം 1, സ്വലാത്ത് 1, ഷഹാദത്ത് കലിമ 1, ദുആ 1. ഒരൊറ്റ തറാവീഹ് നിസ്കാരം കഴിയുമ്പോൾ എത്രയാണ് നമ്മുടെ റെക്കോർഡ് സമ്പാദ്യമാകുന്നത്? അത് റമളാൻ ശരീഫിൽ നിസ്കരിക്കുമ്പോ ഒരു നിസ്കാരത്തിന് അല്ലാഹു തആല കൊടുക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ 1-ന് 70. അത് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ അത് അവസാനത്തെ 10-ൽ 1-ന് 70, 1-ന് 700, 1-ന് 70,000 അല്ലാഹു തആല വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് നാളെ ആഖിറത്തിൽ വരുമ്പോൾ 1000 കൊല്ലം ജീവിച്ച ഉമ്മത്തികൾ, 400 കൊല്ലം ജീവിച്ച ഉമ്മത്തികൾ, 500 കൊല്ലം ജീവിച്ച ഉമ്മത്തികൾ, 600 കൊല്ലം ജീവിച്ച ഉമ്മത്തികൾ, അവരൊക്കെ അവിടെ വരുന്ന സമയത്ത് സാധുക്കളായ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴോ എന്താ നമ്മുടെ കയ്യിലുള്ളത്?
ഒരു കൊല്ലം തറാവീഹ് നിസ്കരിച്ചാൽ എത്ര റക്അത്തായി? ഒരു കൊല്ലം തറാവീഹ് നിസ്കരിക്കുമ്പോൾ എത്ര റക്അത്താവും? എന്താണ് പഞ്ച് സാക്ഷരതാ ക്ലാസ്സിൽ ജോൺ സാർ ചോദിച്ചേ, ഒരു തേങ്ങക്ക് 3 റുപ്യ, അങ്ങനെയാണെങ്കിൽ 100 തേങ്ങക്ക് എത്രയാവുന്നു? അപ്പൊ ഒരാൾ നീച്ചിട്ട് വന്നു, അത് തേങ്ങ കാണാതെ പറയാൻ പറ്റില്ല. ആ വക ബേജാറിപ്പോ ഈ കണക്കിൽ നമ്മക്കില്ലല്ലോ. ഒരു ദിവസം നിസ്കരിക്കണത് 20 റക്അത്ത് അല്ലേ? അപ്പൊ 30 ദിവസം നിസ്കരിച്ചാൽ എത്ര റക്അത്തായി? 600 റക്അത്തായി അല്ലേ? 600 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 600 ഫാത്തിഹ, 600 സൂറത്ത്, 600 റുക്വ, 600-ഉം 1200 സുജൂദ്. ഇനി ഓരോ സുജൂദിലും സുബ്ഹാന 3. അങ്ങനെ ഒരു കൊല്ലത്തെ നിസ്കാരം ഒന്ന് കണക്കൂട്ടി നോക്കി. എല്ലായിടത്തും സാധനം ഉണ്ടാകും, ഒന്ന് കണക്കൂട്ടി നോക്കി. അങ്ങനെ അള്ളാഹു നമുക്ക് 60 കൊല്ലം 70 കൊല്ലം ജീവിക്കാൻ തന്നാൽ 10 കൊല്ലം കുട്ടിക്കാരായി. അപ്പൊ 60 കൊല്ലം ജീവിക്കുമ്പോൾ 6-6-36, 60 കൊല്ലം റമളാനിൽ ജീവിച്ചാൽ നമ്മളെ തറാവീഹിന്റെ റക്അത്ത് എത്രയായിന്നറിയോ? 36,000 റക്അത്ത്. 36,000 റക്അത്തും കൊണ്ട് റഖീബ് അലൈഹിസ്സലാം വരുന്നത് മീസാനിലെ തുലാസിൽ വെക്കാം ഒരു കണ്ടെയ്നർ വെച്ചാണ് വരുന്നത്. അത് മീസാനിലെ തുലാസിക്കാർ വെക്കുമ്പോൾ 1000 കൊല്ലം ജീവിച്ച ആൾക്കാർ 800 കൊല്ലം 600 കൊല്ലം ഓലൊക്കെ ബാക്കിലാക്കിയിട്ട് ഖിതാമു ജമീഇൽ അംബിയാഇ മുഹമ്മദു വയൗമാ ഖിയാമിൻ നാസി യുബഅസു അവ്വലു സ്വലാത്തു വതസ്ലീമുൻ. ലോകത്ത് മുസ്ലിമീങ്ങളായി ജീവിച്ച ആളുകളെ നിങ്ങൾ എടുത്തോ, ഇസ്ലാം മതത്തിന്റെ ആളുകൾ. അങ്ങ് മുഹമ്മദ് മുസ്തഫ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീന മുനവ്വറയിൽ മുത്തുനബിയുടെ റൗള, ആ റൗളയുടെ തൊട്ടടുത്ത് കാണുന്നത് ആരാണ്? സിദ്ദീഖ് തങ്ങൾ. അവരെ തൊട്ടടുത്ത് കിടക്കുന്ന ആരാ? ഉമർ ഖത്താബ് തങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഉമർ ഖത്താബ് തങ്ങളെ സിയാറത്തിന് പോയിട്ട് ആ ഖബറിന്റെ അടുത്ത് വെച്ചുകൊണ്ട് എന്താ അള്ളാഹിനോട് പറഞ്ഞത്? നവ്വറല്ലാഹു ഖബറ ഉമറ കമാ നവ്വറ മസാജിദനാ ബിത്തറാവീഹ്. പടച്ചവനെ, ഉമറിന്റെ ഖബറിന് നീ പ്രത്യേക പ്രകാശം കൊടുക്കണം. ഈ പള്ളികൾ മുഴുവനും ഇങ്ങനെ തറാവീഹ് നിസ്കാരം കൊണ്ട് ഉമർ അലങ്കരിച്ചില്ലേ? ഒരു പ്രത്യേകമായ കാര്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനനുസരിച്ച് ദുആ ചെയ്യണം. അത് മുത്തുനബി ദുആ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞായമാജി പറഞ്ഞു, ആരോ ഇവിടെ ഈ ലേക്ക് വെച്ചതിനും പുനാരുണ്ടാക്കിയതിനും ബാക്കിയുള്ളതിനും ഒക്കെ ആരൊക്കെയോ സംസാരിച്ചു എന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മദീനത്തെ പള്ളിയിൽ. എന്താണ് തമീമുദ്ദാരി റളിയല്ലാഹു, ഞാൻ തറാവീഹ് പൂർത്തിയാക്കി വരാം. തമീമുദ്ദാരി തങ്ങള് മദീനത്ത് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ഇടക്കുണ്ടല്ലോ ഈ കച്ചവടമില്ലാത്ത ദിവസം ഫുട്പാത്തിൽ ചില കച്ചവടക്കാർ വരും. ഫുട്പാത്തിലെ കച്ചവടക്കാർ വന്നാൽ ഓലെത്തി ചില അലങ്കാര വസ്തുക്കളൊക്കെ വിൽക്കാണ്ട. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണാം. ചിലപ്പോ ഇങ്ങനെ ചില കാർപ്പറ്റ് വിൽക്കണത്, ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ വിൽക്കുന്നതാണ്. ആ തമീമുദ്ദാരി തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ റോട്ടിലുണ്ട് ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരനടുത്ത് നല്ല ഒരു ലൈറ്റ്, 4 ഭാഗത്തേക്ക് ഇങ്ങനെ ലൈറ്റ് കാണുന്ന നല്ലൊരു വിളക്ക്. ആ വിളക്ക് കണ്ടപ്പോ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് വില ചോദിച്ച് അത് വാങ്ങിയിട്ട് മൂപ്പരിങ്ങനെ അതും തൂക്കിപ്പിടിച്ചിങ്ങനെ വരുമ്പോ മദീനത്തെ പള്ളിന്റെ അടുത്തെത്തി. മദീന പള്ളിയുടെ അടുത്തെത്തിയപ്പോ മൂപ്പർക്ക് തോന്നി ഇതിപ്പോ പെരിയിൽ കത്തിക്കണേലാണ് നല്ലത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ കത്തിക്കലാണല്ലോ. മൂപ്പര് മഗ്‌രിബിയോട് അടുത്ത സമയം മെല്ലെ ആ ലൈറ്റ് കൊണ്ടുപോയിട്ട് മദീനത്തെ പള്ളിയിൽ അവിടെ തൂക്കി. അള്ളാഹുവിന്റെ റസൂല് മഗ്‌രിബ് നിസ്കരിക്കാൻ വന്ന് നോക്കുമ്പോ പള്ളി ഇങ്ങനെ നിറഞ്ഞ ലൈറ്റ്. ആ നിറഞ്ഞ ലൈറ്റ് കണ്ടപ്പോ തമീമുദ്ദാരി തങ്ങൾ ബാക്കിൽ ഇങ്ങനെ നിന്നു. നബി തങ്ങൾ ഇത് കണ്ടിട്ട് മുഖം പ്രകാശിക്കുകയാണോ, അത് സമ്മതം ചോദിക്കാതെ തൂക്കിയതാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, ആരാ ഈ ലൈറ്റ് ഇവിടെ തൂക്കിയത് എന്ന് ചോദിച്ചു. നമ്മളാരെങ്കിലും ആണെങ്കിൽ ചാടി പോകും, ഞാനാണ്. കാരണം ഞമ്മക്ക് അങ്ങനെയാണല്ലോ, മൂരോട് പൊട്ടിയത് മാറ്റി വെച്ചാലും നമ്മള് ഞാനാണ് പറഞ്ഞാൽ ചാടി കൊടുക്കണ ഒരു രീതിയാണല്ലോ നമ്മക്ക്. നമ്മളെ ഇത് അത്രേ ഉള്ളൂ. അതേസമയത്ത് തമീമുദ്ദാരി തങ്ങൾ മിണ്ടിയില്ല, അങ്ങാതെ. രണ്ടാമതും റസൂലുള്ളാഹി ചോദിച്ചു. മൂന്നാമത് മുത്തുനബി അത് ചോദിച്ചപ്പോ സന്തോഷത്തിന്റെ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പതുക്കെ പറഞ്ഞു, നബിയെ, ഞാനിങ്ങനെ വരുമ്പോ ആ ഫുട്പാത്തിൽ അവിടെ ഉണ്ട് ഒരു ചങ്ങായി വിൽക്കണ്, കണ്ടപ്പോ ഭയങ്കര ഒരു വെളിച്ചം.
ഞാനത് പള്ളി ഉദ്ദേശിച്ച് തന്നെ വാങ്ങി ഇവിടെ എത്തിയപ്പോ എനിക്ക് തോന്നി ഇത് പള്ളിയിൽ വെക്കണം. അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്ന് തൂക്കിയതാണ് നബിയെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പള്ളി ഇങ്ങനെ നല്ല ലൈറ്റ്, നിറഞ്ഞ ലൈറ്റ് ഇങ്ങനെ കത്തിക്കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നവ്വറകല്ലാഹു ബിൽ ഇസ്ലാം കമാ നവ്വർത മസ്ജിദനാ. നബി മുദ്ദാരി തങ്ങളോട് അല്ലാഹു തആല നിങ്ങളെ ഇസ്ലാം കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ, നിങ്ങൾ നമ്മളെ പള്ളി പ്രകാശിപ്പിച്ചില്ലേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. നമ്മളെ ചെനക്കൽ പള്ളിയിൽ നമ്മളെ മഗ്‌രിബ് നിസ്കരിച്ചാൽ കൂടി നോക്കുമ്പോ പള്ളി ഇങ്ങനെ നല്ല പ്രകാശിക്കുന്ന പള്ളി. കുഞ്ഞേമാജിന്റെ നേതൃത്വത്തിൽ ആ പള്ളി പ്രകാശപൂരിതമാക്കാൻ ആരൊക്കെ സഹായിച്ചോ അവരൊക്കെ അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ, സുന്നത്ത് ജമാഅത്ത് കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് തങ്ങളെ ഖബറിന്റെ അടുത്ത് വെച്ച് ദ്വാരക്കാണ്, നവ്വറല്ലാഹു ഖബറ ഉമറ, ഉമർ തങ്ങളെ ഖബറിനെ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ. കമാ നവ്വറ മസാജിദനാ ബിത്തറാവീഹ്, പള്ളികൾ മുഴുവനും തറാവീഹ് കൊണ്ട് അലങ്കരിച്ചില്ലേ. മുത്തുനബി നേരത്തെ നടപ്പാക്കിയത് ഉമർ ഖത്താബ് തങ്ങൾ പൂർത്തിയാക്കിയതാണ്. ഇനി നിങ്ങൾ പാരമ്പര്യത്തിലേക്ക് വരും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ കേരളത്തിൽ ജീവിച്ച ഒരു വലിയ സയ്യിദാണ് മർഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ. സമസ്തയുടെ പണ്ഡിതന്മാരൊപ്പം കൂടി നിന്ന ആളാണ്. SYSന്റെ അധ്യക്ഷ പദവിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പദവിയും തങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തപ്പോൾ ദീനി ആത്മീയ രംഗത്തേക്ക് മുൻതൂക്കം കൊടുത്താണ് പാണക്കാട് തറവാട്ടിലെ തലമൂത്ത മഹാനായ മർഹൂം PMSA പൂക്കോയ തങ്ങൾ 20 റക്അത്തല്ലേ നിസ്കരിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്കി തങ്ങൾ 20 അല്ലേ നിസ്കരിച്ചത്. ആ 2 തങ്ങന്മാരെയും പറയാം നമ്മള്. മൂന്നാമത്തെ ഒരു തങ്ങളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ 20 അല്ലേ നിസ്കരിച്ചത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ 20 അല്ലേ നിസ്കരിച്ചത്. ഇനി ഞാൻ പറയുന്നത്, ചൂണ്ടിക്കാണിച്ച് നേതൃത്വത്തിൽ മുസ്ലിം ലോകത്തിന് നേതൃത്വം നൽകിയ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഏതൊരു നേതാവിനെ നിങ്ങളെടുത്തോ 20 കാണും. എന്തുകൊണ്ട്? അത് ഇസ്ലാം മതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. വഹാബിസം അത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മതമാണ്. ഖാദിയാനിസം അത് അഹമ്മദുൽ ഖാദിയാനിയുടെ മതമാണ്. മൗദൂദിസം അത് അബ്ദുല്ലാഹി മൗദൂദിയുടെ മതമാണ്. ചേകനൂരിസം അത് അദ്ദേഹത്തിന്റെ മതമാണ്. ഇസ്ലാം മതത്തിൽ ജീവിച്ചവരെ നിങ്ങൾ നോക്ക്. നമുക്ക് അവിടെ ചില കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. എന്താ? ഉത്തരവാദപ്പെട്ട ഒരു മഹല്ലിക്കാരനവര്, ഉത്തരവാദപ്പെട്ട ഒരു കുടുംബത്തിന്റെ വാപ്പ, ഉത്തരവാദപ്പെട്ട ഒരു പള്ളിയിലെ ഉസ്താദ്, മാതൃകയാക്കി ജീവിക്കാൻ ഉള്ള ആളുകൾ ഇത്തഖൂ മവാദിഅത്തുഹം, തെറ്റിദ്ധാരണ വരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത് കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ കേരളത്തിലെ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ അംബാസഡർ കാറിൽ യാത്ര ചെയ്തിരുന്ന തങ്ങളാണ് ആര്? ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. അക്കാലത്ത് തങ്ങൾ ഇത്ര കൂടുതൽ കേരളത്തിൽ കാറിൽ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വഹാബി മുജാഹിദ് പള്ളിന്റെ പടിക്കൽ വണ്ടി നിർത്തിയിട്ട് തങ്ങൾ പാപ്പ മൂത്രം വയ്ക്കാൻ കയറിയ ചരിത്രമുണ്ടല്ലോ, ഉണ്ടോ? ബാഫക്കി തങ്ങൾ ഒരു മുജാഹിദ് പള്ളിയിലോ അല്ലെങ്കിൽ ഒരു വഹാബി പള്ളിയിലോ ഒരു മൂത്രം വയ്ക്കാൻ കയറിയ ചരിത്രമല്ല. എന്തുകൊണ്ട്? തങ്ങൾക്കറിയാം, ഞാനിവിടെ മൂത്രം വയ്ക്കാൻ കയറിയാലും പിൻതലമുറയിൽ ഇത് ബാഫക്കി തങ്ങൾ നിസ്കരിച്ച പള്ളിയാണ് എന്ന് പറയും, ബാഫക്കി തങ്ങൾ വന്ന പള്ളിയാണ് എന്ന് പറയും. പള്ളിയിൽ ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്തിനാണ്? തങ്ങൾ പോയില്ല. ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. എന്തേ? തെറ്റിദ്ധാരണ ഉള്ള ഒരു സംഗതിയിൽ ഇടപെട്ടാൻ എന്താണെന്നറിയാം. പണ്ട് നമ്മളെ ആചാര്യ അങ്ങാടി പോയി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോ മൂപ്പരെത്തി 1000ന്റെ നോട്ട് പുതിയതിറങ്ങിയ കാല. അപ്പൊ ഇത് ചില്ലറ കൊടുക്കാനൊക്കെ സാധാരണ പീഡിയക്കാർക്കൊക്കെ പേടിയാണ്. കാരണം 1000ന്റെ നോട്ട് അങ്ങനെ കാണലില്ല. അപ്പൊ മൂപ്പര് റേഷാപ്പ് കയറി ചോദിച്ചു, അവിടെ ചില്ലറല്ല. വലിയൊരു പലചരക്കാടുണ്ട്, അവിടെ പോയി ചോദിച്ചു നോക്കുമ്പോ ഒരു ചില്ലറ കൊടുക്കണമില്ല. വേറൊരു പീഡിയക്കാരി നോക്കുമ്പോ അവിടെ ചില്ലറ ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ നടക്കണണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു, എന്താ ആചാര്യങ്ങൾ ഇങ്ങനെ നടക്കണോ? ഒന്നുമില്ല കുട്ടിയെ, ഞാൻ ഈ 1000ന് ചില്ലറ നോക്കിയതാണ്. അപ്പൊ ഈ കുട്ടി വെറുതെ ഒന്നും വിചാരിച്ചിട്ടല്ല. ഓൻ പറഞ്ഞു, നിങ്ങൾ ചില്ലറക്ക് ഇങ്ങനെ വിഷമിക്കണ്ട, ആ കള്ളുഷാപ്പിലുണ്ടാവും ചില്ലറ. ഇയാളെ മനസ്സിലപ്പോ വേറെ ഒന്നുമില്ല. മൂപ്പരെന്ത് ചെയ്തു? വേഗം കള്ളുഷാപ്പ് കയറി 1000ന്റെ നോട്ടാണ് കൊടുത്തു. കള്ളുഷാപ്പുകാരൻ പുതിയ നോട്ട് കിട്ടിയപ്പോ 10 100 നോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? അത് ചില്ലറ ഇങ്ങോട്ടും കൊടുത്തു. ആചാരം അവിടെ തന്നെ നിന്നുങ്ങാണ്ട് ഇങ്ങനെ 1 2 3 എന്നിട്ട് ചുപ്പ കഴിച്ചിട്ട് 4 ഇങ്ങനെ എണ്ണ.
അപ്പൊ കള്ളുഷാപ്പിന്റെ ഉള്ളിൽ നിന്ന് 2 കുട്ടികൾ വന്നിങ്ങാണ്ട് അസ്സലാമു അലൈക്കും ആചാരം എപ്പോഴും ഇവിടെ വരൽ തുടങ്ങിയത്. മക്കളെ ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ അങ്ങനെ തന്നെ ഇവിടെ എല്ലാവരും വരില്ല. അല്ലാതെ ഇപ്പോ നിങ്ങൾ വന്ന മാതിരി തന്നെ ഞങ്ങളും വന്നത്. അല്ലാതെ നോട്ടീസിലൊക്കെ കൊടുത്ത് അവിടുന്ന് നാട്ടുകാരൊരു സ്വീകരണമൊക്കെ തന്ന് അങ്ങനെ ആരും കേട്ട് പോരല്. നിങ്ങൾ വന്ന മാതിരി തന്നെയാണ് നമ്മളും പോകുന്നത്. നാളെ നമുക്ക് ഒപ്പം പോരട്ടാചാര്യ. മക്കളെ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ ഇവിടെ ചില്ലറക്ക് വന്നതാണ്. ചില്ലറ തന്നെ ഇവിടുത്തേക്ക് കുടിച്ചാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് മോര് കുടിച്ചണ മാതിരി ഒന്നായിട്ട് കുടിച്ചാൻ പറ്റിയതല്ലല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു. നാട്ടിലാകെ പാട്ടായി, ആചാര്യ പള്ളിക്കൊക്കെ പോയില്ല, നേരെ പെരീ ചെന്നു. പെരീക്കാണ് ചെന്ന് നോക്കുമ്പോ കുടിക്കാൻ എവിടേക്കാ മനസ്സങ്ങൾ പോയി, കുടിക്കും ചെല്ലാൻ പറ്റില്ല. അവസാനം ആചാര്യ പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾ നാട് വിട്ട് പോയി. അതിലെ നടന്ന് അങ്ങനെ പോയി. ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് വയസ്സ് പറ്റിയായി. ഇനി നാട്ടിക്കൊന്ന് തിരിച്ചു പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചു മുപ്പര് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോന്നെങ്ങാണ്ട് ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ടോ. അപ്പൊ അന്നിങ്ങനെ പോന്ന് നാട്ടിന്റെ കുറച്ച് ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി. വയസ്സായ ആളങ്ങനെ നടന്ന് ഒരു പാടത്തിന്റെ പരമ്പത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് കുടിന്റെ അടുത്ത് ഇങ്ങനെ എത്താനയക്കണേ. അപ്പണ്ട് 2 പെണ്ണുങ്ങള് കിണറ്റിങ്ങ വെള്ളം കോരുന്ന സമയത്ത് ഇയാളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് ചോദിച്ചു, അല്ലണ്ണി എന്റെ മൂത്ത കുട്ടിക്ക് വയസ്സത്തിലായി. എഴുതി വെച്ച വയസ്സൊന്നും ഓർമ്മല്ല. നമ്മൾ ആചാര്യ പണ്ട് കള്ളുടിച്ചു പോയില്ലേ, അന്നാണ് ഞാൻ പെറ്റത്. അല്ലാഹു അപ്പോഴാണ് ഇയാളിത് ജനങ്ങളൊരു താരീഖായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിക്കണം. ബാപ്പയ്ക്ക് തങ്ങൾ മൂത്രമൊഴിക്കാൻ വേണ്ടി വഹാബി പള്ളി കയറിയില്ലല്ലോ, പാണക്കാട് തങ്ങൾ ഒരു മൂത്രമൊഴിക്കാൻ വേണ്ടി പള്ളി കയറിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരൻ, എന്തേ പിൻതലമുറയിൽ വാപ്പമാര് ശ്രദ്ധിക്കണം, ഉമ്മമാര് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ അവര് വഹാബീസത്തിലേക്കും മൗദൂദീസത്തിലേക്കും ഒക്കെ പോകാൻ നമ്മളൊരു ഏണി വെച്ചു കൊടുക്കൽ ഉണ്ടാകാൻ പാടില്ല. വഹാബിസം എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് നോക്കിക്കോ. 20 റക്അത്ത് തറാവീഹ് പാപ്പയ്ക്ക് തങ്ങൾ 20, പാണക്കാട്ട തങ്ങൾ 20, മുള്ളാളത്തെ തങ്ങൾ പാപ്പ 20, ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ 20, അരക്കൽ മുല്ലക്കോയ തങ്ങൾ 20, എല്ലാ തങ്ങന്മാരും AP ഉസ്താദ് 20, EK ഉസ്താദ് 20, കണ്ണിയത്ത് ഉസ്താദ് 20. ആരാണ് 20 അല്ലാതെ നിസ്കരിക്കുന്നത്? മുസ്ലിമീങ്ങൾ മുഴുവനും 20. മുസ്ലിം ലോകം മുഴുവനും 20. പിന്നെ അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, പിന്നെ എവിടുന്ന് ഉസ്താദ് 8 റക്അത്ത് കിട്ടിയത്? 8ന്റെ ഹദീത്ത് ഉണ്ടല്ലോ, വളരെ സഹീഹായ ഹദീത്ത്. 8 റക്അത്ത് നിസ്കരിക്കണം എന്ന ഹദീത്ത് ഒരു കുഴപ്പമില്ലാത്ത ഹദീത്താണ്. അത് ബുഖാരി മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത നല്ല സഹീഹായ ഹദീത്താണ്. 8 തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ആ ഹദീത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ 8 നിസ്കരിക്കണം എന്ന് പറഞ്ഞ നിസ്കാരം ഏതാ? ആ നിസ്കാരത്തിന്റെ പേര് ദുഹ എന്നാണ്. ആ നിസ്കാരത്തിന്റെ പേരെന്താണ്? ദുഹ എന്നാണ്. ഇത് ഇയാള് പണ്ട് അവറാക്ക ജനറൽ ബോഡിക്ക് പോയാൽ മതി. അവറാക്ക ജനറൽ ബോഡിക്ക് പോകുമ്പോഴേ മൂപ്പര് ജനറൽ ബോഡി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പോകുമ്പോ നേരം വൈകി ജുമായത്ത് പള്ളിക്ക്, വലിയ ജുമായത്ത് പള്ളിക്ക് എത്തുന്നതിന്റെ മുമ്പ് ചെറിയ നിസ്കാര പള്ളിക്ക് കൂടി. അവിടെ ജുമായ തുടങ്ങിയപ്പോ അതിൽ കൂടി. ജുമായ കഴിഞ്ഞൂടുമ്പോ മൂപ്പര് എന്ത് ചെയ്തു? മൂപ്പര് വലിയ ജുമായത്ത് പള്ളിക്കൊക്കെ പാഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഖതീബ് ഇങ്ങനെ ഒരു ലിസ്റ്റ് വായിക്കണോ. അപ്പൊ ജനറൽ ബോഡി മനസ്സിലും വെച്ചുകൊണ്ട് അവറാക്ക ഇങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്നിങ്ങനെ ശബ്ദിച്ച് കേട്ടു നോക്കുമ്പോ ലിസ്റ്റ് വായിക്കാൻ കഴിഞ്ഞു. ലിസ്റ്റ് വായിക്കൽ കഴിഞ്ഞപ്പോ അവറാ നീച്ചുകാണ്ട് പറഞ്ഞു, ഒരാരും എന്റെ പേര് വായിച്ചിട്ടില്ല. അപ്പൊ ഒരാര് പറഞ്ഞു, അവറാക്ക അത് മയ്യത്ത് നിസ്കാരത്തിന്റെ കത്താണ്. ഇതേ 8 ഏതാണ്, 20 ഏതാണ്, 11 ഏതാണ്, ബാക്കിയുള്ളത് ഏതാണ്, അതൊക്കെ നല്ലോണം പഠിച്ചിട്ടില്ല. 8 എന്ന് കേട്ടപ്പോഴേക്ക് എന്നാ തറാവീഹന്നേക്കാരൻ വിചാരിച്ച് ഓടിയതാണ്. ഈ 8കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുത്തെ നാടൻ മട്ടത്തിൽ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഒരാളുടെ 20 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിയിട്ട് തിരിച്ചതിന് പൈസ തരുന്ന സമയത്ത് 8 സെന്റിന് തെളിവുള്ളൂ, ബാക്കി 12ന് കായ് തരൂല, നിങ്ങൾ വിടും. നിങ്ങളാ ഭർത്താനക്കാണ് നിങ്ങൾ വിടും. നിങ്ങൾക്ക് 20,000 റുപ്യ ഒരാൾ കടം വാങ്ങിക്കൊണ്ടായിട്ട് തിരിച്ചു തരാൻ വേണ്ടി ചോദിച്ചപ്പോ 8,000ന് തെളിവുള്ളൂ പറഞ്ഞാൽ 12 നിങ്ങൾ വിടും. എന്തിനാ വലിയ സംഖ്യ പറയണേ?
നമ്മളാ വയന്ന നോട്ടുണ്ടല്ലോ 20-ന്റെ, അതൊരാൾ വാങ്ങിയിട്ട് തിരിച്ചു തരുമ്പം 12 തരൂല 8 തരുള്ളൂ പറഞ്ഞാൽ നമ്മൾ ഓനെ വിടുക. നമ്മളെ 20 ഉറുപ്പിന്ന് 8 കുറയാൻ 12 കുറയാൻ പാടില്ല. നമ്മളെ 20,000 12,000 കുറയാൻ പാടില്ല. നമ്മളെ 20 സെന്റിന് 12 സെന്റ് കുറയാൻ പാടില്ല. അവിടെയൊക്കെ നമുക്ക് വാശിയാണ്, വക്കാണമാണ്, തർക്കമാണ്, കോടതിയാണ്. അവിടെ എന്ത് വില കൊടുത്തു അവിടെ നമ്മൾ രക്ഷിക്കണീ. എടോ, അള്ളാന്റെ റസൂൽ നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ഈ 60 കൊല്ലം മാത്രം ജീവിച്ച മിസ്കീന്മാരായ നമ്മൾ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വരുമ്പോ അത് വാർപ്പിന്റെ പാലമല്ല, അത് കോൺക്രീറ്റിന്റെ പാലമല്ല. മുത്തു മുഅ്മിനുകളെ, ആ പാലത്തിന് 2 ഭാഗത്ത് കൈവരി വെച്ചിട്ട് പിടിച്ച് കയറാൻ പറ്റിയ പാലമല്ല. ആ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വരുമ്പോ എന്റെ ഉമ്മത്തികൾക്ക് രക്ഷ കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച റമളാനിലെ 20 റക്അത്ത് തറാവീഹിൽ നിന്ന് 12 റക്അത്ത് ചുരുക്കുമെന്ന് പറഞ്ഞപ്പോ, ഓ ഈമാനുള്ള മുഅ്മിനേ, നിന്റെ 20 ഉറുപ്പിക നോട്ടിന്റെ വില പോലും നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ തറാവീഹിന് ഉണ്ടായില്ല അല്ലേ? ഇന്ന് നോക്കണോ, മക്കത്ത് 20 അല്ലേ, ബൈത്തുൽ മുഖദ്ദസിൽ 20 അല്ലേ, മദീനത്ത് 20 അല്ലേ, ബാപ്പക്ക് തങ്ങൾ 20 അല്ലേ, മമ്പറന്നങ്ങൾ പാപ്പ 20 അല്ലേ? ഈ തിരൂരങ്ങാടിയിൽ എത്രായിരം മഹാന്മാര് ജീവിച്ചിരിക്കുന്നതാണ്. എത്ര ഔലിയാക്കൾ, എത്ര ആരിഫ്യങ്ങൾ, എത്ര പണ്ഡിതന്മാര്. അവരൊക്കെ നമുക്ക് പഠിപ്പിച്ച പാരമ്പര്യ ദീനിലെ 20-ൽ നിന്ന് 12 കട്ടുകൊണ്ടുപോയപ്പോൾ നമ്മളെ 20 നോട്ടിന്ന് 12 ഉറുപ്പിക കുറഞ്ഞ മേനിയും കൂടി നമുക്ക് ഉണ്ടായില്ലല്ലോ. ഇവിടെയാണ് പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, ഇസ്ലാം എന്ന് പറയുമ്പോൾ അല്ലാഹ് ഒറ്റ വിശ്വാസം എല്ലാവർക്കും. ആ വിശ്വാസികൾക്കൊക്കെ ഒറ്റ നേതാവ് മുഹമ്മദ് മുസ്തഫ. അവർക്ക് എല്ലാവർക്കും ഒറ്റ ഭരണഘടന വിശുദ്ധ ഖുർആൻ. അവർക്ക് എല്ലാവർക്കും ഒരൊറ്റ ഭാഷ അറബി. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനത് ഒറ്റ കേന്ദ്രം കഅബ ശരീഫ്. ആ കഅബ ശരീഫിൽ ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവർക്കും ഖുത്ബ അറബിയിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരം അറബിയിൽ, ബാങ്ക് അറബിയിൽ, എല്ലാവർക്കും ജുമുഅ 2 റക്അത്ത്, ഖുത്ബ 2, എല്ലാവർക്കും ളുഹ്ർ 4, അസ്ർ 4. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആരാധനയോടും വിശ്വാസത്തിലും നേതൃത്വത്തിലും എല്ലാം ഐക്യത്തോടെ കഴിയുന്ന അഹ്ലുസുന്ന വൽ ജമാഅ. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലില്ലേ? നാളെ 6 അടി മണ്ണാകുന്ന ഖബറാകുന്ന വീട്ടിലെ മണ്ണറയിൽ കിടക്കുമ്പോൾ ഉമ്മമാരെ ഓർത്തോ, ഈ ചെനക്കൽ പള്ളിയിൽ, അപ്പുറത്തെ നടുവിലെ പള്ളിയിൽ, അപ്പുറത്തെ പള്ളിയിൽ, ഇവരൊക്കെ മറവെട്ട് കിടക്കുന്ന ആളുകളില്ലേ? മരിച്ചു കിടക്കുന്ന ആളുകൾ ഖബറിലേക്ക് ചെരുപ്പിന്റെ സൗണ്ട് ഖബറിലേക്ക് കേൾക്കുന്ന നമ്മളെ ഖബറിലേക്ക് ഇങ്ങനെ ആളുകൾ, നമ്മളെ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പം ആ ഖബർസ്ഥാനത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വരുന്നു. അപ്പൊ ഖബറിൽ കിടക്കുന്ന ആൾ വിചാരിക്കും, പടച്ചോനെ എന്റെ മോൻ വരികയായിരിക്കും, പടച്ചോനെ എന്റെ മരുവൻ വരികയായിരിക്കും, നിന്റെ അനുജൻ വരികയായിരിക്കും, എന്റെ കുടുംബക്കാരൻ വരികയായിരിക്കും. ഓ പ്രിയപ്പെട്ടവരെ, ചുറ്റുഭാഗത്തുള്ള ഖബറുകളിലൊക്കെ യാസീനോത്ത് കേൾക്കുമ്പോ, ഫാത്തിഹ കേൾക്കുമ്പോ, ദുആ കേൾക്കുമ്പോ നിങ്ങൾ ഒറ്റക്ക് ഖബറിൽ കടന്നിട്ട് കണ്ടോ, വഹാബിസത്തിന്റെയും ഖാദിയാനിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും ചേകനൂരിസത്തിന്റെയും തബ്ലീഗിസത്തിന്റെയും ഒക്കെ ആളുകൾ മരണപ്പെട്ടാൽ ഒരു ചേമ്പത്ത് കുഴിച്ചിട്ടാലും നമ്മൾ പിറ്റേന്നൊന്ന് പോയി നോക്കും, അത് മോച്ചിക്കണോ അല്ലെ? ഒരു ചേമ്പത്ത് കുഴിച്ചിട്ടാൽ പിറ്റേന്നത് മുളച്ചിക്കണോ എന്ന് പോയി നോക്കും. അതിന് പോലും പോകാത്ത രൂപത്തിൽ മുസ്ലിമീങ്ങളെ ഖബർസ്ഥാൻ മാറ്റിയെടുക്കുന്ന ഈ വിഭാഗത്തിന്റെ കൂടെയാണോ നമ്മൾ കൂടാനിരിക്കുന്നത്? അപ്പുറത്തെ ഖബറിൽ യാസീനോത്ത്, ഇപ്പുറത്തെ ഖബറിൽ ഫാത്തിഹ, അപ്പുറത്ത് സലാം ചൊല്ലല്, അപ്പുറത്ത് ദുആ. ഇവിടെ ഒരു ഖബറുണ്ട്, ആരും അവിടെ പോകുന്നില്ല, ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല. എന്തേ? മക്കളൊക്കെ വഹാബിയായി, മറ്റവരൊക്കെ മൗദൂദിയായി. ഇങ്ങനെ പോയപ്പോ നമ്മളെ ഖബറിൽ കിടന്നിട്ട് പടച്ചോനെ, ഇന്റെ മക്കളും ഇന്റെ കുടുംബങ്ങളും ഇന്റെ വേട്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു തള്ള ഈ മണ്ണിന്റെ അടിയിൽ കിടക്കണ ഓർമ്മ പോലും ഒരു കുട്ടിക്കും ഉണ്ടായില്ലല്ലോ എന്ന് ഖബറിൽ കിടന്ന് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നാളെ ആഖിറത്തെ വിചാരിച്ച്
പടച്ച റബ്ബിന്റെ പൊരുത്തം വിചാരിച്ച് ലോക മുസ്ലിംകൾ നമുക്ക് പാരമ്പര്യമായി നേടിത്തന്ന ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിനെതിരെ ഇന്നും ഇന്നലെയുമല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പല കള്ളപ്രവാചകന്മാരും വന്നു. അസ്വദുൽ അനസി പ്രവാചകനായി വന്നപ്പോ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു അതിനെതിരെ ശബ്ദിച്ചപ്പോൾ അബൂ മുസ്ലിം അൽ ഖവലാനി തങ്ങളെ അഗ്നികുണ്ടാരമുണ്ടാക്കി രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചിട്ട് ഭരണാധികാരികളെ കൂട്ടുപിടിച്ചിട്ട് അബൂ മുസ്ലിം അൽ ഖവലാനിക്കെതിരെ അസ്വദുൽ അൻസി എന്ന കള്ളപ്രവാചകൻ തീക്കുണ്ടാരം ഒരുക്കി. വലിയ അഗ്നികുണ്ടാരത്തിലേക്ക് അബൂ മുസ്ലിം അൽ ഖവലാനി തങ്ങളെ വലിച്ചെറിയുമ്പോൾ ബഹുമാനപ്പെട്ടവര് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് യാ വലിയ നിഅമതി, പടച്ചോനെ നിന്നെ മാത്രം വിചാരിച്ചിട്ടാണ് ഞാൻ തൗഹീദ് പറഞ്ഞത്, മുത്തുനബിയെ പറ്റി പറഞ്ഞത്. അല്ലാഹുവേ, എന്നെ ഇതാ ശത്രുക്കൾ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നു. ഇതുപോലെ ഒരു തീക്കുണ്ടാരം ഇബ്രാഹിം നബി അനുഭവിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് തണുപ്പും സലാമും സന്തോഷമാക്കി കൊടുത്ത റബ്ബേ, ഈ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ എറിയപ്പെടുന്നത് നീ കാണുന്നില്ലേ? അബൂ മുസ്ലിം അൽ ഖവലാനി തങ്ങൾ തീക്കുണ്ടാരത്തിലാണ് ചെന്ന് വീണപ്പോ ശത്രുക്കളൊക്കെ വിചാരിച്ചു കരിഞ്ഞു എന്ന്. ബഹുമാനപ്പെട്ടവർ ആ തീക്കുണ്ടാരത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കയറി വന്നു. ആളിക്കട്ട തീ കെട്ടടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖവലാനി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. ഇബ്രാഹിം നബി തീയിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ബഹുമാനപ്പെട്ടവർ നേരെ മദീനത്ത് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാല ഉമർ ഖത്താബ് തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരു സ്വീകരണം ഏർപ്പെടുത്തി. ആ സ്വീകരണം ഏർപ്പെടുത്തിയിട്ട് സിദ്ദീഖ് തങ്ങൾ അപ്പുറത്തും ഉമർ ഖത്താബ് തങ്ങൾ ഇപ്പുറത്തും നടുവിൽ ഇങ്ങനെ അബൂ മുസ്ലിം അൽ ഖവലാനി തങ്ങൾ ഇരുത്തിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഫഖനി ലിൽഇജ്തിമാഇ ബിമൻ ഇബ്തലിയ ബിഹി ബിമൗതിയ ബിഹി സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് പരീക്ഷിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സത്യവിശ്വാസിയുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്ന റബ്ബേ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദും അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളും പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ ഊതി കത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ സമയത്തും നമുക്ക് അല്ലാഹു തആല നിഅമത്ത് കൂട്ടി തരുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ നമ്മുടെ കയ്യിലുണ്ടോ? പടച്ച റബ്ബാണ് നമ്മെ സഹായിക്കുന്നത്. ആരുടെങ്കിലും പോയോ, മറ്റോന്റെ ആടോ, മറ്റോന്റെ പിന്നെ സഹായങ്ങളോ, മറ്റോന്റെ സഹകരണങ്ങളോ, വാപ്പമാരെ മകൻ വഹാബിയായി മുന്തിയായിന്റെ ചെലവ് മുടങ്ങിപ്പോകുന്ന ആരും വിചാരിക്കണ്ട. പടച്ചോന്റെ കയ്യിലാണ് റിസ്ക്. പെൺകുട്ടികളെ നിങ്ങൾ വഹാബികളെ സ്വീകരിച്ചില്ലെങ്കിൽ പുരാപ്പള കിട്ടൂലാന്ന് ആരും വിചാരിക്കണ്ട. പടച്ചവന്റെ കയ്യിലാണ് റിസ്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പരിശുദ്ധ ഇസ്ലാം അമ്പിയാക്കൾ മുഖേന ഔലിയാക്കൾ മുഖേന ഈ തിരൂരങ്ങാടിയിൽ മറവട്ട് കിടക്കുന്ന ആയിരക്കണക്കായ മഹാന്മാർ അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന ആ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പണ്ട് കാലം മുതൽക്കേ പാരമ്പര്യ ഇസ്ലാം ബറാഅത്തിന് എന്താ ചീരിനുണ്ടാക്കല്? ബറാഅത്തിനും മിറാജിനൊക്കെ നമ്മൾ ഉണ്ടാക്കണ ചീരിനുണ്ടല്ലോ. പടച്ചോനെ കൽത്തപ്പം ആടിയിലും മേലെയും തിരിച്ചിട്ടും കാണാൻ ഉണ്ടാക്കണം അപ്പാണ് കൽത്തപ്പം അല്ലേ? പിന്നെ ആ പൊടണ്ണിന്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചും കണ്ടൊരു അതുണ്ടല്ലേ, അതിന്റെ പേരെന്താ? എന്താ അതിന്റെ രസം? പുകറണ് കടിച്ചാലേ കടിച്ച ഭാഗം പിന്നെ നോക്കലില്ല, പിന്നെ വെളിയാ നോക്കലില്ല. എന്താണ് ആ പുകടന്റെ ഒരു രസം? പടച്ചോനെ. പിന്നെ ചെറിയൊരു ചോറുണ്ടാക്കലുണ്ട്, ചക്കരച്ചോറ് അല്ലേ? ആ പഴയ കാലത്ത് എന്ത് ചെയ്യും? പഴയ കാലത്ത് ഇന്നും ഒമാനിൽ ഞാൻ ഒരു പ്രാവശ്യം ഷായ്ബാനിലോ, അപ്പൊ അവിടെ ബറാഅത്തിന് ഷായ്ബാനിയാരാകുന്ന പറഞ്ഞു. ഷായ്ബാനിയ എല്ലാ കുട്ടികൾക്കും അറബികൾ പൈസ കൊടുക്കും. അറബികൾ വീടുകളിലൂടെ ഒക്കെ പോയിട്ട് കുടുംബത്തെ ഒക്കെ സന്ദർശിക്കും. രോഗത്തിൽ കിടക്കുന്ന ആളുകളൊക്കെ സന്ദർശിച്ച് ഓർക്കൊക്കെ പൈസ കൊടുത്തൊക്കെ സന്തോഷിപ്പിക്കും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഷായ്ബാൻ 15-ന് ബറാഅത്ത് രാവിലെ ഹറമിൽ ഒരുമിച്ച് കൂടി. സുബ്ഹാനല്ലാഹ്, ഹറമിൽ നോക്കുമ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് 5 മണി മുതൽ ഇശാ വരെ ഒരു സംഘത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് ഏത് നാട്ടുകാരാന്ന് ചോദിക്കാനും കൂടി പറ്റില്ല. എല്ലാവരും ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു. അന്ന് വേറൊരു സംഗതിയും കൂടി ഉണ്ട് നമ്മളെ നാട്ടില്. എന്താ? ഇവിടെ ഉണ്ടാക്കിയ പിന്നെ കൽത്തപ്പം അപ്പുറത്തെ പേരേക്ക് കൊടുത്തേക്കും.
അവളുണ്ടാക്കിയ പുകട ഇങ്ങോട്ട് കൊടുത്താക്കും, മറ്റോടത്തുണ്ടാക്കിയ ചക്കരച്ചോറ് ഇങ്ങോട്ട് കൊടുത്താക്കും. എന്താണ് ആ ചീരിനി കൊണ്ട് അറിയിക്കുന്നത്? ആ ചീർണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തയക്കുന്നത് എന്താ? അയൽവാസികളായി താമസിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർത്താനങ്ങളൊക്കെ ഉണ്ടായി മനസ്സിന് വല്ല കറയുണ്ടെങ്കിൽ ആ കറ നീക്കാൻ ഒരു പറയാത്ത പൊരുത്തപ്പെടിപ്പിക്കൽ. എന്താ? ആമിനോ എനിക്ക് എന്നോടൊന്നുമില്ല കേട്ടോ, അതാണ് കൽത്തപ്പം കൊടുത്തയച്ചതിന്റെ അർത്ഥം. പാത്തുമോ എനിക്ക് അങ്ങോട്ടും ഒന്നുമില്ല കേട്ടോ, അതാണ് പുകട അങ്ങോട്ട് കൊടുത്തയച്ചതിന്റെ അർത്ഥം. ആയിഷോ ഇന്റെ അടുത്ത് ഒന്നുമില്ല കേട്ടോ, എന്നോടൊരു വെറുപ്പില്ല, അതാണ് ചക്കരച്ചോറ് കൊടുത്തയച്ചതിന്റെ അർത്ഥം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ എന്ത് രസകരമായും എന്ത് രുചികരമായും മുസ്ലിമീങ്ങൾക്കിടയിൽ നടന്നതാ. ഈ കണക്ക് നോക്കുന്ന ആൾക്കാർ വന്നപ്പോഴല്ലേ നമ്മളെ നാട്ടിൽ നിന്ന് ഇതൊക്കെ പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നോക്കണം നിങ്ങൾ. അറബ് രാജ്യത്ത് പോയി നോക്കി. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ നാട്ടില് പള്ളിക്കൊക്കെ 313 പത്തിരി കൊടുത്തായിരുന്നു. അറബികൾക്കൊക്കെ എപ്പോഴും ആ പതിവുണ്ട്. റമദാൻ ശരീഫില് അറബികൾ താമസിക്കുന്ന വീടിന്റെ പരിസരത്തുള്ള പള്ളികളിൽ പോയി നോക്ക്. എല്ലാ അറബി വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ കൊടുത്തായിരുന്നു. അവിടുന്ന് അലീസ മറ്റത് അബുദാബിയിലൊക്കെ ഞങ്ങൾ നോമ്പറക്കാൻ വേണ്ടി പോയാൽ ആരും ബോംബ് ഇറക്കാൻ വിളിച്ചാൽ പോകലില്ല. എന്താ? പള്ളിക്ക കൂടിയാൽ അതിന്റെ ഒക്കെ വലിയ ഉഷാറാണ്. നമ്മളെ മലയാളികൾ നോമ്പറക്കാൻ വിളിച്ചാണ് പോയി നോക്കിയാൽ 2 പൊക്കാവാടി, 2 ഉണ്ടി, 2 ബാക്കിയുള്ളതും ഇതൊക്കെ പാടെ ഈ എണ്ണയിലുള്ള പൊരിച്ചുണ്ടാവും. അതേ സമയത്ത് പള്ളിയിൽ നോമ്പറക്കാൻ കൂടിയൊക്കെ ഉണ്ട്. എന്താ രസം! അറബി വീടുകളൊക്കെ ഇപ്പോഴും ആ പതിവുണ്ട്. നമ്മൾ പിന്നെ റിയാദിലെ ബത്തീര് മാത്രം കൂടി അവിടെ തന്നെയാണ് അറബി വീട്. ജിദ്ദിയിൽ ആ ഷറഫി കൂടിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുങ്ങാണ്ട് സൗദിയിലൊന്നും ഒന്നൊരിക്കലും സൗദികളെ കണ്ടു കാണാം. 2 ബരൂജികളെ, 2 ഇറാനി വത്തനികളെ, 2 ബാക്കിയുള്ളവരെ കണ്ടുങ്ങാണ്ട് ഓരോരുത്തൊന്നും അറബികൾ താമസിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പോയി പരിശോധിച്ച് നോക്കി. ഏത് നാട്ടിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ആ പഴമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോയാൽ നാളെ ബറാഅത്ത് രാവ് നല്ലോണം യാസീൻ ഓതിക്കോളും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോ ഈ കൊല്ലം ഏത് നാട്ടിൽ ചെന്നാലും 2 ഭക്ഷണം, നെയ്ച്ചോറും ചപ്പാത്തി, ബിരിയാണി ചപ്പാത്തി, അല്ലെങ്കിൽ ബിരിയാണി വെറും ചോറും, എല്ലായിടത്തും 2 ഭക്ഷണം ഇല്ലാത്ത ഒരു വീട്ടിലോ ഒരു സ്ഥലത്തോ ഈ കൊല്ലം ഞാൻ ഭക്ഷണത്തിന് പോയിട്ടില്ല. നിങ്ങളിങ്ങനെ അസൂയപ്പെട്ട് നോക്കണ്ട, അല്ലാഹു ഖൈറാക്കട്ടെ. ഇങ്ങക്ക് കിട്ടാഞ്ഞത് നിങ്ങൾ യാസീൻ ഓതിയിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ഇത് കിട്ടിയപ്പോ ആലോചിച്ച് എന്റെ കൊല്ലം എങ്ങനെ ഭയങ്കര. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ അസർ നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ യാസീൻ അസറിന്റെ ശേഷം. അപ്പൊ അവിടെ നന്നാക്കി യാസീൻ ഓതി ദ്വാർന്ന്. വേറൊരു സ്ഥലത്തേക്ക് അപ്പുറത്ത് പോയി നോക്കുമ്പോ അവിടെ യാസീൻ മഗ്‌രിബിന്റെ ശേഷം. അപ്പൊ അവിടെ മഗ്‌രിബിക്കും യാസീൻ ഓതി. റിസ്ക്കിന് തന്നെ ഓതി 2. റിസ്ക്കിന് തന്നെ എന്തോതി? 2 യാസീൻ ഓതി. അല്ലാഹു കബൂലാക്കട്ടെ. എന്തെങ്കിലും ഒരു ആമീൻ പറയും. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അല്ലാഹു റാഹത്തിലാട്ടെ. എന്നാലെങ്കിലും ഒന്ന് ആമീൻ ചോക്കിന് പറയാലോ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നാളിനോടൊരാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ ചെന്നപ്പോ അതിന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിക്കണ. ഞാനോട് ചേച്ചി യാസീൻ ഓതാൻ പോയപ്പോഴാണ് ഓരാണ് യാസീൻ കഴിഞ്ഞിട്ടാണ് പള്ളിക്കെത്തിക്കുന്നത്. അതന്നെ, ചില ആളുകൾക്ക് എങ്ങനെ ഇരുന്നാലും എങ്ങനെ വട്ടത്തിലിരുന്നാലും ഓലിക്ക് ഇറച്ചി കോരിട്ടാൽ എല്ലാം കിട്ടുന്നുള്ളൂ. ഒരു യാസീൻ ഓതിയതും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഓതുമ്പോ അതിൻ്റെ ഒപ്പം ഒന്നൊരുപലഹും അങ്ങനെ കൂടും, മറ്റോന്റെ ഒപ്പം അങ്ങനെയാണ് കൂടും. അതിനൊന്നും റിസ്ക് മര്യാദക്ക് കിട്ടൂല. മനസ്സിലാക്കി? വിശുദ്ധ ഖുർആൻ ഓതാണോ അത് 83 ആയത്താണ് യാസീൻ. അത് 3000 ഹർഫാണ് യാസീൻ. ഓരോ ഹർഫും അതിന്റെ മഖ്റജിന്ന് ഉച്ചരിച്ചിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ സദ്ദും മദ്ദും ഉന്നത്തും ഇഖ്ഫാഉം ഇദ്ഹാറും അതൊക്കെ ശരിക്കും മട്ടത്തിൽ ഓതണം. മനസ്സിലാക്കി? ആ കറാറ് പണിന്റെ ഓത്തുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് റിസ്ക് മര്യാദക്ക് കിട്ടൂല. ഒരിക്കലും നമ്മൾ നല്ലപോലെ ഓതുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്താം. അള്ളാഹുവെ ഞങ്ങൾക്ക് റിസ്ക് വിശാലമാക്കണേ അള്ളാഹ്, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അള്ളാഹ്. ഇങ്ങനെ ചോദിച്ചു നോക്കി, അള്ളാഹു തരും. പിന്നെ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കുമ്പോ അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. അള്ളാഹിനോട് ദ്വാരക്കുമ്പോ നമ്മളെ ഞാൻ കുറെ ആയി ദ്വാരക്കണം, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാളൊരു ചങ്ങായി, എന്താ ഓന്റെ കഥ? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചോദിച്ചത് തന്നെ അള്ളാഹു തെരുമാറാവട്ടെ, അല്ലെങ്കിലോ ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരും.
അതെന്തേ ചോദിച്ചത് തരാതെ അതിനേക്കാൾ ഹൈറായത്? ഇന്നലത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മൾ നാളേക്ക് ചോദിക്കണത്, അല്ലേ? മറ്റന്നാളത്തെ വിവരം ആർക്കേ അറിയൂല, അള്ളാഹു തആലക്കേ അറിയൂല. അപ്പൊ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കുന്നതൊക്കെ ഏത് മാതിരി അറിയങ്ങള്? നമ്മളെ വീട്ടിലുണ്ട് 2 വയസ്സായ കുട്ടി, 1.5-2 വയസ്സ്, ഒപ്പം നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ നടക്കണ കുട്ടി നടക്കുമ്പോ ആരെ ചെരുപ്പാട്ടി നടക്കണത്? കുഞ്ഞേമാജിന്റെ വീട്ടിലുള്ള കുട്ടി പേരക്കുട്ടിയാണ്. പേരക്കുട്ടി ആരെ ചെരുപ്പാട്ടി നടക്കണത്? വല്യപ്പാന്റെ ചെരുപ്പൂട്ട്. വല്യപ്പാന്റെ ചെരുപ്പൂട്ടിട്ട് ഇങ്ങനെ പോക ഈ 2 വയസ്സായ കുട്ടി. ഓനോട് പുതിയ ചെരുപ്പിനെ പറ്റി പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, എനിക്ക് വല്യപ്പാന്റെ ചെരുപ്പ് മതി. അതാണ് ഓന്റെ ദ്വാ. അപ്പൊ കുഞ്ഞേമാജി ഓനെ കൊണ്ടെങ്കാണ്ട് മൂപ്പര് ചെരുപ്പൊന്ന് പുതിയത് വാങ്ങിക്കൊടുക്കല ആണോ? പിന്നെ കുട്ടിന്റെ ദ്വാ വല്യപ്പാന്റെ ചെരുപ്പ് മതി എന്നാണെങ്കിലും നമ്മള് കുട്ടിനെയും കൊണ്ട് പോയി. എന്നിട്ട് ആ ഷൂ വിൽക്കണ കടയിൽ പോയി. ആ ഷൂ വിൽക്കണ കടയിൽ ചെന്ന് നോക്കുമ്പോ ഒരു ഷൂ ഇവന്റെ കാലുമേൽ ഫിറ്റ് ചെയ്ത്, ഇവന്റെ കാലുമേൽ ഒരു ഷൂ ഇങ്ങനെയാണ് വെച്ചു കൊടുത്ത് നോക്കുമ്പോ കിക്കി എന്നിട്ട് അതിനൊരു സൗണ്ട്. ആ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോ അയിമക്ക് നോക്കി. അതിന്റെ മുകളിൽ ചുറ്റുഭാഗത്തൊക്കെ ഒരു ലൈറ്റ് ഇങ്ങനെ കേടുക ഓഫാകുക ഇങ്ങനത്തെ ഒരു ലൈറ്റും. അല്ലാഹു റബ്ബി, ആ ലൈറ്റും ഈ സൗണ്ടും കൂടിയാണ് വന്നു നോക്കുമ്പോ എന്താ ഓൻ ദ്വാരുന്നത് വല്യപ്പാന്റെ ചെരുപ്പിനാ, കിട്ടിയത് കാലിന് പാകത്തറ. ഇതാണ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ അള്ളാന്റെ മുമ്പിൽ കൊച്ചു കുട്ടികളാണ്. നമുക്ക് ഇന്നലത്തെ പറ്റിയും ഓർമ്മല്ല, നാളത്തെ പറ്റി ഓർമ്മല്ല. നമ്മൾ അള്ളഹാനോട് വല്യപ്പാന്റെ ചെരുപ്പ് മതി എന്ന് ദ്വാർന്നാൽ കാലിന് പാകത്തത് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര ദ്വാരക്കണ് അള്ളാഹു തരും. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞോ. നാളത്തെ രാത്രി വളരെ പ്രധാനമാണ്. നാളെ അസർ മുതൽ സുബഹി വരെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഓതുക ദ്വാരക്ക, ദിക്ർ ചൊല്ലുക ദ്വാരക്ക, സ്വലാത്ത് ചൊല്ലുക ദ്വാരക്ക. കുടുംബത്തിൽ ആരോടെങ്കിലും പണക്കമുണ്ടോ വേഗത്തിൽ ഇണങ്ങുക. ആരോടെങ്കിലും അയൽവാസികളോട് കാര്യം പണങ്ങി നിൽക്കുന്നുണ്ടോ വേഗത്തിൽ ഇണങ്ങുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ലൈഫ്യങ്ങളും അവശത അനുഭവിക്കുന്നവരുമുണ്ടോ? അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കൊടുത്തുകൊണ്ട് ഓരൊക്കെ കൽബിനെ സന്തോഷിപ്പിക്കുക. ഇന്നാളത്തെ രാത്രി എല്ലാ മുഅ്മിനീങ്ങളുടെ കൽബും സന്തോഷിച്ചു നിൽക്കുന്ന സമയത്ത് ഹബീബുന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് പ്രത്യേകം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മളോട് വിളിച്ചു ചോദിക്കുന്നു, അല്ല ജനങ്ങളെ, നിങ്ങൾക്ക് ദോഷം പൊറുക്കണ്ടേ? നിങ്ങൾക്ക് റിസ്ക് കിട്ടണ്ടേ? നിങ്ങൾക്ക് കടം വീടണ്ടേ? നിങ്ങൾക്ക് മുറാദ് ഹാസിലാകണ്ടേ? നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തിയാകണ്ടേ? നിങ്ങൾക്ക് കല്യാണം വരണ്ടേ? നിങ്ങൾക്ക് മക്കളെ കിട്ടണ്ടേ? മഗ്‌രിബ് മുതൽ സുബ്ഹിയാകുന്നത് വരെ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വിളംബരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹുവിനോട് അള്ളാഹിന്റെ മുമ്പിൽ വെക്കാൻ ഭൂമിയിൽ ഉയരുന്ന ശബ്ദങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഖുർആൻ ഓതുന്ന ശബ്ദമാണ്. ആ ഖുർആൻ ഓതിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക സുബ്ഹി വരെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനിടക്ക് അത്തായം കഴിച്ച് നോമ്പും കൂടി നിയത്ത് ചെയ്തിട്ട് മറ്റന്നാൾ നമ്മളെല്ലാവരും സുന്നത്ത് നോമ്പുകാരി കൂടിയാകുമ്പോൾ നമ്മളെ റിസ്ക് അള്ളാഹു കഷ്ടപ്പെടുത്തൂല, നമ്മളെ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കൂല, നമ്മളെ വ്യാപാരത്തിൽ അടച്ചുപൂട്ടേണ്ടി വരൂല. എവിടെ യുദ്ധമുണ്ടായാലും നമുക്ക് നഷ്ടം പറ്റൂല, എവിടെ അപകടമുണ്ടായാലും നമ്മൾ ആയുസ് ചുരുങ്ങൂല, എന്ത് രോഗമുണ്ടായാലും അള്ളാഹു തരാതെ നമുക്ക് തരാതെ കാട്ടും, നമുക്ക് ശിഫ കിട്ടും. അങ്ങനെ 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 അലാക്കഥ. ഓ ഉമ്മമാർ, സഹോദരിമാരെ, ഗർഭിണികൾക്ക് വേണ്ടി, മക്കളില്ലാത്തവർക്ക് വേണ്ടി, ഈമാന്റെ സലാമത്തിന് വേണ്ടി എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹബീബുന മുഹമ്മദ് മുസ്തഫ നമുക്കൊരു 10 ദിക്ർ വേണ്ടിയിട്ടാണ് ദ്വാരന്നാലും നല്ലൊരു എഴുന്നേറ്റ് ആ കുട്ടികൾ കുറെ നേരമായി അവിടെ നിൽക്കണം. അവർക്കൊക്കെ ഇങ്ങോട്ട് വേണമെങ്കിൽ പോരാ മക്കളെ. എല്ലാവരും ഒരുമിച്ച് ഒരു 10 ദിക്ർ, അസ്മാഉൽ ഹുസ്ന ഒരു 10 ഞാൻ ചൊല്ലിത്തരാം. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. നമ്മളൊക്കെ മഹാമോശക്കാരാണെങ്കിലും നമ്മളിവിടെ ഇതുവരെ കൂടി ഇരുന്നതിനൊക്കെ ആരാണ്? വലിയ വലിയ സയ്യിദന്മാര്, വലിയ വലിയ ആലിമീങ്ങള്, വലിയ വലിയ മഹാന്മാര്. നമ്മൾ ഇതുവരെ ഇവിടെ കേട്ടതും പറഞ്ഞതുമൊക്കെ അള്ളാഹുവിന്റെ ദീന്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതോ അള്ളാഹിന്റെ പ്രകാശിക്കുന്ന പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഒട്ടേറെ സ്ത്രീകൾ, കുട്ടികളെ എത്തിയിരിക്കുന്നവരുണ്ട്, പ്രായമുള്ള ഉമ്മമാരുണ്ട്, മുതഅല്ലിമീങ്ങൾ ധാരാളമുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹു അല്ലാഹു അല്ലാഹ്
അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ഹഫീദ് യാ അല്ലാഹ് യാ വഹാബ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹ് അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബഅതു ഇൻഷാ അല്ലാഹ്. ബാപ്പുസ്താദ് കുഞ്ഞുമോൻ ഫൈസി ഉൾപ്പെടെ ഒട്ടേറെ മഹാന്മാർ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ കുടുംബ അംഗങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരെയും നിയ്യത്ത് ചെയ്തുകൊണ്ട്, കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാരെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله.